പിതാവേ മനസ്സശുദ്ധി വരുത്തണമേ ദൈവസുത നീ വിശുദ്ധി വരുത്തണമേ. പരിശുദ്ധാത്മാവേ എന്റെ ദേഹശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ. നാഥാനീ സന്തോഷിക്കണമെന്നേ മനസ്സുകൾ സ്തുതി പാടും കനിയണമേ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ആശ്വാസവേശ കൈകൊണ്ടു തീർക്കാത്ത വീടുകൾ മേടകളൊക്കെയും വാർത്തകൾ നാട്ടിലുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. യാത്രയിൽ കൂടെയിരുന്ന അവകാശം നൽകിയോ കൂടെയുണ്ട്. നിത്യാനിൽ മോശയ്ക്കു സങ്കേതമായവൻ ഹോറേബിൽ നിന്നവൻ കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും.
കണ്ടവൻ എന്നോടു കൂടെയുണ്ട്. പാറയിൽ നിന്നുള്ള ശുദ്ധജലം കൊണ്ട് ദാഹം ശമിപ്പിച്ചു കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. സ്വർഗീയമന്നായി ദാസരെ പോറ്റി നൂറായിരം ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. മതിലുകൾ തട്ടി തകർത്തവൻ യോർദാൻ വറ്റിച്ചവൻ കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. സന്ധ്യാ നമസ്കാരം ആരംഭിക്കുകയാണ്. അതാത് ഇടങ്ങളിൽ പ്രാർത്ഥനാപൂർവം സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാൻ ദൈവം പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നവനും വരുവാനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. ഭാവികളാനടിയാരോട് കരുണ ചെയ്യുന്ന വിശ്വരാജാവേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നാം പരിശുദ്ധമാക്കണമേ. രാജ്യം വരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ
ഞങ്ങളുടെ കടങ്ങളും ഭാവനങ്ങളോ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. തുടർന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്നോട് തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ശുഭഹോല ബോല ബ്രോവൽ റൂഹോ കാദീശോ. എന്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും ഇന്നേക്ക് ചുരുപ്പെടുവാറാകണമേ. ആമീൻ. ദൈവമായ കർത്താവേ, പകൽ സമയത്തെ അധ്വാനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ശരീരം വിരമിക്കുകയും ലൗകിക ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സ് പിൻവാങ്ങുകയും ചെയ്തുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ശാന്തമായ ദർശനം നിലകൊണ്ട് നിത്യസ്തുതികളും തുടർച്ചയായ സ്തോത്രങ്ങളും നിനക്ക് അർപ്പിക്കുവാനും ഞങ്ങളുടെ ജീവനെ സംരക്ഷിച്ച് നയിക്കുന്നവനും ഞങ്ങളുടെ ആത്മാക്കളുടെ സഹായിയും രക്ഷിതാവുമാകുന്ന അതിന്റെ കൃപയ്ക്ക് സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരം അരുളി ചെയ്ത് എന്റെ വചനങ്ങൾ സൂക്ഷിച്ചിട്ട് കൈക്കൊള്ളണമേ. എന്റെ പ്രാർത്ഥനവും പാദവും പോലെയും എന്റെ കയ്യിലെ കാഴ്ച നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാര്യം ചെയ്യുകയും ഞാൻ ന്യായകരം പ്രവർത്തിക്കുകയും ചെയ്യാൻ എന്റെ വായിക്ക് കാവൽക്കാരനെയും എന്റെ അതിരങ്ങൾക്ക് സൂക്ഷിപ്പാനെ നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോടുകൂടി അനുചേരുമാറാകരുതേ, നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്റെ തലയ്ക്ക് ഒഴിപ്പാകാതിരിക്കട്ടെ. എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെ കുറിച്ചാകുന്നു. അവരുടെ വിധികർത്താക്കൾ പാറയും നിഴത്തെടുക്കപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങളെ അവർ കേട്ടു. ഭൂമിയെ പ്രവർത്തിക്കുന്ന പോലെ ശവകുഴിവായിക്കെതിരെ അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു. കർത്താവെ, ഞാൻ എന്റെ കണ്ണുകളെ നിന്റെ അടുക്കലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എന്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്കായി കണ്ണിൽ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നതുവരെ അന്യായക്കാർ തങ്ങളുടെ വരകളിൽ ഒരുമിച്ച് വീഴട്ടെ. എന്റെ ആത്മാവ് ഊട്ടിക്കപ്പെട്ടപ്പോൾ ഞാൻ എന്റെ ശബ്ദത്തിൽ കർത്താവിനെ വിളിച്ചു. എന്റെ ശബ്ദത്താൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവന്റെ മുമ്പായി ഞാൻ എന്റെ സങ്കടം ബോധിപ്പിച്ചു. അവന്റെ മുമ്പായി ഞെരുക്കത്തെ അറിയിക്കുകയും ചെയ്തു. നീ എന്റെ ഉടവഴികളെ അറിയുന്നുവല്ലോ. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവർ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി, എന്നെ അറിയുന്നില്ലെന്ന് ഞാൻ കണ്ടു. സംഗത സ്ഥലം എനിക്കല്ലാതെ ആയി. എന്റെ ദേഹിക്ക് വേണ്ടി പകരം ചോദിക്കുന്നവരുമില്ല. കർത്താവെ, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവെ, ജീവിച്ചിരിക്കുന്ന ദേശത്ത് എന്റെ ആശ്രയവും എന്റെ ഓഹരിയും നീയാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നുണ്ട്. എന്റെ അപേക്ഷയെ സൂക്ഷിച്ചു കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവരെക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. നീ എന്നോട് ഉത്തരമല്ലി ചെയ്യുമ്പോൾ നിന്റെ നീതിമാന്മാരിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാര്യങ്ങൾക്ക് വിളക്കും എന്റെ ഓടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിയുള്ള വിദ്യകളെ ആചരിപ്പാനായിട്ട് ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവെ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവെ, എന്റെ വായിലെ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ആത്മാവെല്ലായ്പോ കയ്യിലിരിക്കുന്നു. നിന്റെ ന്യായ പ്രമാണത്തെ ഞാൻ മറന്നില്ല. ദുഷ്ടന്മാരിക്കായ കണികൾ മറച്ചു വെച്ചു. എന്നാൽ ഞാൻ എന്റെ കൽപ്പനകളിൽ നിന്ന് തെറ്റിപ്പോയില്ല. ഞാൻ എന്റെ സാക്ഷിയെ അവകാശമായി സ്വീകരിച്ചു. എന്നാൽ എന്റെ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. നിന്റെ കൽപ്പനകളിൽ നീക്ക് സത്യത്തോട് ചെയ്യുവാനായിട്ട് ഞാൻ എന്റെ ഹൃദയം തിരിച്ചു. സകലജാതികളെ കർത്താവിനെ സ്തുതിപ്പീൻ, സകല ജനങ്ങളെ അവനെ സ്തുതിപ്പീൻ. എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവേ, കരുണയോടെ നിന്റെ ചെവി ചായിച്ച് ഞങ്ങളുടെ അപേക്ഷകളെ കേട്ട് ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. ഞങ്ങൾ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊള്ളുവാൻ നിനക്ക് ഇഷ്ടമുണ്ടാകുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ സ്വന്തവർഗം പോലെ ഭവിക്കണമേ. സ്വന്തം പോലെ നിന്റെ സന്നിധിയിലേക്ക് ഉയരുമാറാകണമേ. സ്വന്തവർഗങ്ങളുടെ ബോധനയ്ക്ക് ഇമ്പമായിരിക്കുന്ന പോലെ ഞങ്ങളുടെ നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും അപേക്ഷകളും സ്തോത്രങ്ങളും ഇഷ്ടപ്പെട്ട് ഞങ്ങളിലുള്ള യോഗ്യതയെ ഓർക്കാതെ അവയെ കൈക്കൊള്ളുകയും ഞങ്ങളുടെ യാചനകൾ നൽകുകയും ചെയ്യണമേ. ബാറിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. കന്യകയായ ദൈവമാതാവേ, ഞങ്ങൾക്ക് വന്നുകൂടുന്ന ഉപദ്രവങ്ങളെയും ഈ ലോകസമുദ്രത്തിന്റെ ഓളങ്ങളെയും ചുഴലുകളെയും നീ തടുക്കണമേ. മാതാവേ, ദൈവസന്നിധിയിൽ നിനക്കുള്ള ധൈര്യമായ പ്രവേശനം മൂലം ദൈവം ഞങ്ങൾക്ക് കരുണയും പാപമോചനവും രോഗികൾക്ക് സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും
അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവ് നൽകുവാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഹോദരന്മാരെ, ജലപ്രളയകാലത്തിൽ നീതിമാനായ നോഹ തന്നോടുകൂടെ പെട്ടതിനകത്ത് പ്രവേശിച്ച ജീവജന്തുക്കളെ അതിന്റെ ഉള്ളിൽ മറിച്ചുകൊണ്ട് പ്രകാരം നിങ്ങൾ ലോകത്തെ ചുറ്റിയിരിക്കുന്ന തിരമാലകളിലും ചുഴലികളിൽ നിന്നും അതിനെ മറിച്ചുകൊള്ളണമേ. ഭർത്തവ സ്ലീഹ നിന്റെ ശോഭമേലുള്ളവരെ വിസ്മയിപ്പിച്ചു. നിന്റെ ശ്രേഷ്ഠമായ നാമം താഴെയുള്ളവരുടെ ഇടയിൽ പുകഴ്ത്തപ്പെടുന്നു. നിന്റെ യജമാനായ മശിഹ നിന്റെ നല്ല നടപടികളെ കണ്ട് നിന്റെ ഓർമ്മയെ ബഹുമാനിച്ച് ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. പരമാർത്ഥത്തിലെ സ്നേഹിക്കുന്ന നിർമ്മലനായിരിക്കുന്നതുമായ കർത്താവേ, ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും നിർമ്മല ഹൃദയത്തെ തരണമേ. നിനക്ക് ഇഷ്ടമില്ലാത്ത വ്യർത്ഥ വിചാരങ്ങളെയും ദുശ്ചിന്തകളെയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവെ, കള്ളന് തുറന്നെടുത്ത പ്രകാരം നിന്റെ കരുണയുമായി ഞങ്ങൾക്ക് തുറന്നു തരണമേ. ചുങ്കക്കാരന്റെയും പാവിനിയായ സ്ത്രീയുടെ അനുതാപത്തെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ അനുതാപത്തെയും കൈക്കൊള്ളണമേ. മാനസാന്തരപ്പെട്ട് നിന്റെ അടുക്കിലേക്ക് വരുന്ന അനുതാപക്കാരിൽ പ്രീതിപ്പെടുന്നവനായ കരുണാപൂർണ്ണനായിരിക്കുന്ന കർത്താവെ, എന്നെ വീഴ്ച പറഞ്ഞതിന് ശേഷം ശമോനെ നീ പുണ്യപ്പെടുത്തിയ പ്രകാരം ഞങ്ങളുടെ കടങ്ങളെയും പാവങ്ങളെയും പരിഹരിക്കണമേ. കർത്താവേ, നിന്റെ അന്ത്യമായ വിസ്താരത്തിൽ മുഖപക്ഷമില്ലാത്തതിനെ ഓർത്ത് കുറ്റക്കാരാ ഞങ്ങൾ ഏറ്റവും ദുഃഖിക്കുന്നു. ഭയങ്കരമേറിയ കണക്ക് പുസ്തകങ്ങൾ എടുക്കപ്പെട്ട് ഞങ്ങളുടെ കുറ്റങ്ങൾ വായിക്കപ്പെടുന്ന സമയത്ത് നിന്റെ കൃപ പ്രബലപ്പെട്ട് നിന്റെ നീതിയങ്ങൾ ഞങ്ങളെ സഹായിക്കണമേ. കുറ്റക്കാരാ ഞങ്ങൾക്ക് മോചനം ലഭിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ പാപം ചെയ്തു പോയി ഞങ്ങൾ സമ്മതിക്കുന്നു. ദയവോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവെ, പുണ്യപ്പെടുത്തുന്നതിന്റെ വിശ്വശരീരന്റെ അനുഭവിച്ചിട്ടുള്ള വിശ്വാസത്തിലെ മരിച്ചുപോരെ കുറിച്ച് നല്ല സ്മരണ ഉണ്ടാകണമേ. മശിയ കർത്താവെ, നിന്റെ മാലാഹമാരുടെ നിയമത്വത്തിൽ വരുമ്പോൾ ഞങ്ങളെ മരിച്ചുപോയ പ്രസാദത്തോട് നിന്റെ ദൈവത്വത്തെ സ്തുതിക്കുമാറാകണമേ. ശൂനോയോ നോമ്പിലെ സന്ധ്യാപ്രാർത്ഥനയോട് ചേർത്ത് ചൊല്ലുന്ന പ്രത്യേക പ്രാർത്ഥന. ബാറഖുമോർ മർത്തമറിയാം ലോകയിമ്പങ്ങളെ ഒക്കെയും വെടിഞ്ഞ് വിശുദ്ധിയിൽ ജീവിച്ച് സർവ്വ നന്മകളാലും അലങ്കരിക്കപ്പെട്ടതിനാൽ അവൾ ദൈവത്തിന്റെ മാതാവായി തിരുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ കർത്താവെ, ഞങ്ങളും ലോകയിമ്പങ്ങളെ വെടിഞ്ഞ് നോമ്പ് നമസ്കാരം മുതലായ നന്മകളാൽ അലങ്കരിക്കപ്പെട്ടവരും നിനക്ക് വസിപ്പാൻ തക്ക വിശുദ്ധാലയങ്ങളുമായിരിക്കാൻ യോഗ്യരായി തീരണമേ. ബാറഖുമോർ ശുഭഹോല ബോലബ്രോൽ റുഹോ കാദേശ് സ്ത്രീ മൂലം വന്ന നാശത്തെ സ്ത്രീ മൂലം തീർപ്പാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട നിത്യകന്യയായ മത്തമറിയമ്മയുടെ പ്രാർത്ഥനകളാൽ കർത്താവേ, ഞങ്ങളുടെ നോമ്പ് നമസ്കാരങ്ങളും ശുശ്രൂഷകളും നീ കൈക്കൊള്ളണമേ. അവളുടെ പ്രാർത്ഥനയാൽ കൊത്തനയിലെ കല്യാണത്തിന് അത്ഭുതകരമായ വീഞ്ഞിന്റെ കുറവിനെ നീ തീർത്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ നോമ്പിന്റെയും കുറവുകളെ നീ തീർക്കുകയും ചെയ്യണം. കർത്താവേ, നിന്റെ മാതാവിന്റെ മരണസമയത്ത് മലാഖമാരുടെയും നിബിയന്മാരുടെയും ശ്രീഹന്മാരുടെയും സഹോദരന്മാരുടെയും പൂർവ്വപിതാക്കന്മാരുടെയും സകല പരിശുദ്ധന്മാരുടെയും കൂട്ടത്തോടുകൂടി നീ എഴുന്നള്ളി അവളുടെ ആത്മാവിനെ ബഹുമാനത്തോടെ കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ നോമ്പിനെയും പ്രാർത്ഥനകളെയും കൃപയോടെ ദർശിച്ച് കൈക്കൊള്ളണമേ. അപ്രകാരം തന്നെ അവളുടെ ശരീരം മാലാഖമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും എതിരേൽപ്പാലും സംഗീതങ്ങളാലും ഘോഷങ്ങളാലും ഉയർത്തപ്പെട്ടതുപോലെ ഞങ്ങളുടെ നോമ്പാലും പ്രാർത്ഥനകളാലും സ്വർഗത്തിൽ നിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുമാറാകണമേ. നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ ഇടപെടാതെ ശ്രമിക്കുന്ന സാത്താനും സൈന്യങ്ങളും ലജ്ജിച്ചോടുകയും ചെയ്യുമാറാകണമേ. മോറാനേശുമശിഹ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾ അടയ്ക്കരുതേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, മരണത്താൽ ഞങ്ങളോട് മാറ്റുവാനായിട്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാര ശുശ്രൂഷകളെ കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. ശിശാവേ, നിനക്ക് സ്തുതി. സ്തുതി പാർക്കുമോ. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധമാക്കണമേ. പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപത്ത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ നന്മട്ടും നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ശക്തി മാത്രം നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ
നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്റെ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനൊട്ടമേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവത്തിന്റെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കർത്താവേ, നിന്റെ സർവകൽപ്പനകളുടെയും വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ അവയെ ആദരിച്ച് നിന്റെ കൃപയാൽ ജീവിക്കുമാറാകണമേ. നിന്റെ നൽവരത്തിന്റെ ഭണ്ഡാരം കവർ ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ഞങ്ങളുടെ അവയവങ്ങളുടെ തുറക്കപ്പെട്ട വാതിലുകൾക്ക് നീ കാവൽക്കാരെ നിയമിക്കണമേ. പാറക്കുമോ വിശുദ്ധന്മാരാൽ തന്റെ വിശുദ്ധത കൊണ്ടാടപ്പെടുന്ന പരിശുദ്ധനായ ദൈവമേ, കർത്താവ് പരിശുദ്ധനെന്നും തന്റെ നാമം വാഴ്ത്തപ്പെട്ടതെന്നും ശ്രോപ്പന്മാർ സ്തുതിക്കുന്ന പോലെ ഞങ്ങൾ നിന്നെ സ്തുതിപ്പാനായിട്ട് ഞങ്ങൾ എല്ലാവരുടെയും വിചാരങ്ങളെ നീ വിശദീകരിച്ച് പഠിപ്പാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കരുണയും കൃപയും മോചനവും ഞങ്ങൾക്ക് അയച്ചു തരണമേ. ഞങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നെ കോപിക്കുവാൻ തക്കവയാകുന്നെങ്കിലും നീ കോപത്തിന് ആഗ്രഹമില്ലാത്തവനാകുന്നു. നീ കരുണാപൂർണനായിരിക്കുന്നതുകൊണ്ട് നിന്റെ ശാന്തത കലങ്ങാത്തതുമാകുന്നു. നിന്റെ കരുണാസമുദ്രത്തിന്റെ വലുപ്പത്തിങ്കൽ ഞങ്ങളുടെ പാപം അസംഖ്യമെങ്കിലും അത് ചെള്ളിയുടെ ഒരു തുള്ളി പോലെ മാത്രമേ ഇരിക്കുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നല്ലോ. പ്രാർത്ഥനകളെ കേൾക്കുന്നവനും യാചനകളെ നൽകുന്നവനുമായുള്ളവനെ, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ മേൽ പ്രീതി തോന്നി നിന്റെ കരുണയായി ഞങ്ങളുടെ യാചനകൾ നൽകണമേ. അത്യുന്നതന്റെ മറയിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമായ മനുഷ്യ, നീ കർത്താവിനോട് എന്റെ ശരണവും എന്റെ സങ്കേതസ്ഥലവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന എന്റെ ദൈവവും നീയാവുന്നെന്ന് പറയാം. എന്തെന്നാൽ അവൻ വിരുദ്ധതയുടെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവൻ തന്റെ തൂവലോട് നിന്നെ രക്ഷിക്കും. തന്റെ ചെറുകളുടെ കീഴിൽ നീ മറയ്ക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന സ്ഥലത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്തു നിന്ന് ആയിരങ്ങളും നിന്റെ വലത്തു ഭാഗത്തു നിന്ന് 10,000 വീഴും. അവർ നിങ്ങളിലേക്ക് അടുക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള പ്രതിപകരവും നീ കാണും. ഇതെന്നാൽ ഉയരങ്ങൾ വാസ്തലമാക്കിയിരിക്കുന്ന എന്റെ ശരണമായ കർത്താവ് നീയാവുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല. ശിക്ഷത്തിന്റെ കൂടാരത്തെ സമീപിക്കുകയുമില്ല. എന്റെ സ്ഥല വഴികൾ നിന്നെ കാക്കേണ്ടതിനായിട്ട് അവൻ തന്റെ മാലാഖമാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിന്നെ കേടർച്ച ഉണ്ടാതിരിക്കാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങളിന്മേൽ നിന്നെ വഹിക്കും. സർപ്പത്തെ ഹെർമോന സർപ്പത്തെ നീ ഔട്ടും. സിംഹത്തെ പെരുമ്പാവിനെ നീ മരിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം അറിഞ്ഞുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. അവനെ ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകളെ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്ധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിലുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങിയുമില്ല. എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് നിന്നെ വെളുത്ത കൈ കൊണ്ട് നിനക്ക് തെളിയിടും. പകൽ ആദ്യത്തിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകലദോഷങ്ങൾ നിന്നെ കാത്തോളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തോളും. അവൻ നിന്റെ അഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും കാത്തോളും. ദൈവമേ, സ്നേഹിക്കുവാനോ പാലിക്കുമോ? ശുഭഹോല പോലെ റൂഹോക്കാദേശോ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹോന്നത മറയിലിരിക്കുന്നവനായ കർത്താവേ, നിന്റെ കരുണയും ചെറുകിടന്നിലും കീഴിൽ ഞങ്ങളെ മറച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കേൾക്കുന്നവനെ നിന്റെ കരുണയാൽ നിന്റെ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. മഹത്വമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായ മെശിഹ, നിറഞ്ഞിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവ് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും പരിഹരിച്ച് ഇഹവും പരവുമായ 2 ലോകങ്ങളും ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ മറച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ. നിന്റെ സ്ലീബാദുഷിൽ നിന്നും സൈന്യങ്ങൾ ഞങ്ങളെ കാത്തോളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന ആളിലൊക്കെ നിന്റെ വെളുത്തെ ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണം രക്ഷയും നീ ഉണ്ടാക്കണമേ. എന്നെ പ്രസവിച്ച മറിയാമിന്റെയും സർവ്വശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു.
കർത്താവിന്റെ ബഹുമാനം തത്സാനത്ത് നിന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിമഹത്വമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധമാത്തുള്ള തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധമാത്തുള്ള തൃത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ നീ ചെയ്യണമേ. അനേകം വിശുദ്ധിയെ മഹത്വമുള്ളവരുമാകുന്നു. നീ അനേക വിശുദ്ധമാത്തുള്ളവനുമാകുന്നു. നീ അനേക വിശുദ്ധമാത്തുള്ളവനും നിന്റെ നാമം വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവേ കർത്താവേ നിനക്ക് നിനക്ക് സ്തുതി. സ്തുതി. നിനക്ക് ഞങ്ങളുടെ ശരണം നിനക്ക് നിനക്ക് സ്തുതി. സ്തുതി പാലിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഭാഗ്യങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. രാജ്യശക്തിയും മാത്രം എന്നേക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ കർത്താവേ ശിഷ്യ വാഴ്ത്തപ്പെട്ടവരാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോൾ ഞങ്ങളോട് സ്നേഹത്തും രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവും പ്രകാശിച്ചവനും ദൈവവും ധരിച്ചവനും സൃഷ്ടിയല്ലാത്തവനും താങ്കളുടെ സമത്വമുള്ളവനും സർവ്വം താൻ മുഖാന്തരമായി വെച്ചവനും മനുഷ്യർക്ക് രക്ഷിക്കാൻ വേണ്ടി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ ഉദ്ധാനത്തിനും ജീവനുള്ളവരെ മരിച്ചവരെ വിധിപ്പാൻ വലിയ മഹത്വത്തോടെ പരിപാലിക്കുന്നു. എന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹായ കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പുറപ്പെട്ട് പ്രധാനോടും പുത്രനോടും സ്ലീഹന്മാരോട് സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള റുഹായിലും ശ്ലൈഹവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാണ് മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിലോകത്തിലെ ജയജനമായ പാർക്കുന്നു. അമീൻ പാർക്കുമോ ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാൻ തൻ അക്കലപേക്ഷയണയ്ക്കണം. മൊറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടേണം. ഒരുപോലിങ്ങും മാർത്തോമാശ്ലീഹ ഉണ്ടേ മേലും ഉദകണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കായി. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാൻ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഇത്ര വിളിച്ചത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്തുതി എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണം എനിക്ക് സ്തുതി പാർക്കുമോ. Good evening everyone and welcome to the virtual convention meeting. എല്ലാവരെയും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. Today is the second day of our convention in connection with the festival of the Assumption, the Dormition and the Assumption of Theotokos, the Mother of God. And on behalf of St. Mary's Orthodox Church of India, Carrollton, Texas, I invite everybody. I also welcome all who are participating and attending today's virtual convention. Also, let me invite Susan Matthew. Susan Sargent for singing a song today. Susan, unmute ചെയ്യണേ.
സൂസൻ എവിടെ? സൂസൻ. ശോശാമ സാജൻ. ഓക്കെ, എന്നാൽ വേദപുസ്തകം വായിക്കുന്നതിന് ശേഷം പാട്ട് പാടാം. കുഞ്ഞുമോൾ സങ്കീർത്തനം വായിച്ചാട്ടെ. സാംസ് 46 സങ്കീർത്തനം 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാവുന്നു, കഷ്ണങ്ങളിൽ അവനെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രം മധ്യ വീണാലും അതിലെ വെള്ളം വിരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ ക്രൂത്തിച്ച് രാജ്യങ്ങൾ കുലുങ്ങി, അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു. ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാവുന്നു. വരുവീൻ, യഹോവയുടെ പ്രവർത്തികളെ നോക്കുവീൻ. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച രഥങ്ങളെ തീയിട്ട് ചുട്ടുകളയുന്നു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് പറഞ്ഞുകൊള്ളുവീൻ. ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാവുന്നു. യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുശേഷം പാട്ട് പാടാം. പൊന്നമ്മ പ്ലീസ് പ്രേ. കേക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയുടെ സമയത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് നിന്റെ തൃപാദത്തിൽ വന്നിരിപ്പാനും നിന്നെ സ്തുതിപ്പാനും നിന്നെ മൗത്തേരിപ്പാനും കർത്താവെ, നീ ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നതിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നീ വഴി നടത്തിയല്ലോ, അതിനായി സ്തോത്രം. എന്തെല്ലാം ആപത്തുകള് രോഗങ്ങള് ഒക്കെയും വരാമായിരുന്നാൽ കണ്ണിലെ കൃഷ്ണമണി പോലെ നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചല്ലോ കർത്താവെ, അതിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്ന ദൈവമാണ് കർത്താവെ. ഞങ്ങളത് മറന്നുപോകാൻ ഞങ്ങളെ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ ദിവസവും നിന്റെ ദാനമാണ് കർത്താവെ. കർത്താവെ, നിന്റെ സന്നിധിയിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ കർത്താവെ. അത് ഓർത്ത് ഞങ്ങൾ ജീവിപ്പാന് ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, എത്രയോ പേർ കർത്താവെ ഇങ്ങനെ ഒരു അവസരം കിട്ടാതെ വിഷമിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് കിട്ടിയ സമയം ഞങ്ങൾ തക്കത്തിൽ ഉപയോഗിപ്പാനുള്ള ഗുണം ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരുന്ന കർത്താവെ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദിനമാനെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ കർത്താവെ ഒന്നും നഷ്ടമായി പോകാതെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ ഒരുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഇടവകയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഓരോ മെമ്പേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഫാമിലിയായി കർത്താവെ എല്ലാവരെയും നിന്റെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. എല്ലാവരെയും നീ അനുഗ്രഹിച്ച് വാഴ്ത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ കോവിഡിന്റെ സമയത്ത് കർത്താവെ ഞങ്ങളെ എല്ലാവരെയും നീ അത്ഭുതകരമായി വഴി നടത്തിയല്ലോ. രോഗത്തിലും ദുഃഖത്തിലും ഒക്കെ ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ കർത്താവെ, അതിനായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എത്രയോ പേർ കർത്താവെ ഈ ലോകം വിട്ട് കടന്നുപോയി, എന്നാൽ നീ ഞങ്ങളെ എത്ര അത്ഭുതകരമായി ഞങ്ങളെ കാത്തു പരിപാലിച്ച് കർത്താവെ. നാം നിന്റെ കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവെ, അതുപോലെ രോഗികളായിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ തൃപാദത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. അവരെ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥന അവർക്ക് കോട്ടയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേദന അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേദന സഹിക്കുവാനുള്ള കഴിവ് നീ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ കർത്താവെ പ്രായമായവരെയും നിന്റെ തൃപ്പാദത്തിലോട് സമർപ്പിക്കുകയാണ്. എല്ലാവരെയും കാക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മാതൃരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിൽ കർത്താവെ വെള്ളപ്പൊക്കത്തിന്റെ കെടുതിയിലൊക്കെയും വളരെ നാശനഷ്ടങ്ങളും ആൾക്കാർ ദുരിതത്തിലൊക്കെ അനുഭവിക്കുന്ന കർത്താവെ, അവരെ നീ കാക്കണമേ, പരിപാലിക്കണമേ, നിന്റെ സഹായകസ്തം നീട്ടിക്കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, അതുപോലെ ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിപ്പാൻ കടംപെട്ടിരിക്കുന്നവരെല്ലാവരും ഈ സമയത്ത് നിന്റെ തൃപ്പാദത്തിലോട്ട് ഏൽപ്പിക്കുന്നു കർത്താവെ. നിന്റെ കൃപയിൽ ഞങ്ങളെല്ലാവരും നിറയ്ക്കണമേ.
പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ് ഞങ്ങളുടെ അച്ഛനോട് പ്രാർത്ഥിക്കുന്നു, നിന്റെ മകനെ നീ കാത്തു പരിപാലിക്കണമേ, ഞങ്ങളെ നയിക്കാനുള്ള കഴിവും കൃപയും ഒക്കെ ഇതിന് മകന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാർദ്ധക്യത്തിലിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ പാദത്തിലോട്ട് ഏൽപ്പിക്കുന്ന കർത്താവെ, അവരെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ, രോഗത്തിനും ദുഃഖത്തിൽ നിന്നൊക്കെയും കാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഞങ്ങളുടെ കർത്താവ് സഭയോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛന്മാരെ എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ തരുന്നു, തിരുമേനിമാരെ തരുന്നു, ഞങ്ങളുടെ ഭാവ തിരുമേനിയെ തരുന്നു കർത്താവെ. എല്ലാവരെയും നീ കാക്കണമേ, പരിപാലിക്കണമേ കർത്താവെ. അവർ നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കർത്താവെ, അവരെ നീ ശത്രുക്കളിൽ നിന്നും കാത്തോളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ, ഞങ്ങളെ നയിപ്പാനുള്ള കഴിവിനെ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളും കുറ്റങ്ങളും ഒന്നും ഓർക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ, പ്രാർത്ഥനയിൽ വന്നുപോയിട്ടുള്ള കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനത്തോടു കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാം നിന്റെ നന്മകളാലും ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. അപ്പച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ യാചിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. ആമീൻ. സൂസൻ പാട്ട് പാടാമോ? പാടാം. പഠിക്കോളൂ. ഓക്കെ. നേഹ വന്നില്ലല്ലേ? പേടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും, സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ കാന്തം കാത്തിടും പോറ്റിടും അതൻ നടത്തിടും ആദ്യം പിൻപിൽവൻ വൈരി പിൻഗമിച്ചാൽ ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും ജയാളിയായി. പാതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഗർജിക്കും സിംഹങ്ങൾ വാസിക്കും ഗുഹയിൽ ദാനിയേലെ പോൽ വീഴ്ത്തപ്പെട്ടാൽ സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. സിംഹത്തെ സൃഷ്ടിച്ച എൻ സ്നേഹനായകൻ കൺമണി പോലെന്നെ കാത്തുകൊള്ളും. പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. കരുത്തു തോട്ടിലെ വെള്ളം വറ്റിയാലും കാക്കയിൻ വരവു നിന്നിടിലും സറഫത്തൊരുക്കി ഏലിയാവെ പോറ്റിയാം എൻ പ്രിയൻ എന്നെയും പോറ്റിക്കൊള്ളും. പതറുകയില്ല ഞാൻ പ്രലോഭനമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ പ്രലോഭനമനവധി വന്നിടിലും.
പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ഇപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ കൺവെൻഷൻ യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വളരെ സ്നേഹത്തോടെ, വളരെ സന്തോഷത്തോടെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട എബി ഫിലിപ്പ് അച്ഛനാണ്. അദ്ദേഹം മാവേലിക്കര ഭദ്രാസനത്തിൽപ്പെട്ട ഒരു വന്യവൈദികനാണ്. കാർത്തികപ്പള്ളി സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവക അംഗമാണ്. മാവേലിക്കര ഭദ്രാസനത്തിന്റെ മുൻ സെക്രട്ടറിയാണ്. അദ്ദേഹം അടുത്ത ഒരാഴ്ച കൂടി കഴിയുമ്പോൾ മാവേലിക്കര സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരിയായിട്ട് ചുമതലയേൽക്കുകയാണ്. ഇപ്പോൾ കരിപ്പുഴ സെന്റ് ജോർജ് ഇടവകയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ ഏതാനും 1-2 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അമേരിക്കയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട്. നമ്മോട് ദൈവവചനം സംസാരിച്ചിട്ടുണ്ട്. പലർക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്. വന്ന് കണ്ടതിന്റെ പരിചയം മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള അനുഭവമാണ്. പ്രിയപ്പെട്ട എബി അച്ഛൻ വളരെയേറെ സഭയുടെ വിശ്വാസത്തിലും ആചാരങ്ങളിലും പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളിലും അടിയുറച്ചു നിന്നുകൊണ്ട് വളരെ ശ്രേഷ്ഠമായി സഭയെ നയിക്കുന്ന, ഇടവകളെ നയിക്കുന്ന, ഭദ്രാസനത്തെ നയിക്കുന്ന ഒരു വന്യ വൈദിക ശ്രേഷ്ഠനാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ എല്ലാവരുടെയും നാമത്തിൽ, ഇടവകയുടെ പേരിൽ ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. വളരെയേറെ പേർ ഇന്നത്തെ ഈ വെർച്വൽ മീറ്റിംഗിൽ സംബന്ധിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ലൈവിൽ കൂടെയും വളരെ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ വെൽക്കം ചെയ്യുന്നു. ദയവായിട്ട് പ്രാർത്ഥനയോടുകൂടി, ശ്രദ്ധയോടുകൂടി ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛനെ സന്തോഷത്തോടെ, ബഹുമാനത്തോടെ ഞാൻ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ദനായ തമ്പാനച്ചൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നിങ്ങളോടൊപ്പം തിരുവചന ചിന്തയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും എന്നെ കരുതുന്ന വന്ദനായ തമ്പാനച്ചനോടുള്ള ആദരവ് ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ അവിടെ വന്ന സമയത്തും അച്ഛൻ്റെ സ്നേഹവും കരുതലും ആവോളവും അനുഭവിപ്പാനിടയായി. ജ്യേഷ്ഠ തുല്യനായി, ഗുരുതുല്യനായി വന്നി അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ കാണുകയും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ വെർച്വൽ മീറ്റിംഗിൽ ഇത്രയധികം ആളുകൾ സംബന്ധിക്കുന്നതിലും ഏറെ സന്തോഷമുണ്ട്. ഈ കൂടിവരവ് നമുക്ക് അനുഗ്രഹത്തിനായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു മഹാവ്യാധിയുടെ മുൻപിൽ ലോകം മുഴുവൻ പകച്ചു നിൽക്കുന്ന വല്ലാത്തൊരു കാലത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു എപ്പിഡമിക് ഡിസീസ് പാൻഡമിക്കായി മാറി. ഒരു രാജ്യവും ഒരു പ്രദേശവും അതിൽ നിന്ന് ഒഴിവായിട്ടില്ല. ഏതാണ്ട് 8 കോടിയിൽ അധികം ആളുകൾക്ക് രോഗം ബാധിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 7 ലക്ഷത്തോളം അടുത്ത ആളുകൾ മരണമടഞ്ഞിരിക്കുകയാണ്. റഷ്യയിൽ ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുവെന്ന് നമ്മൾ ഇന്നലെ വായിച്ചു കേട്ടു. പക്ഷെ കൃത്യമായ ഒരു വാക്സിനോ മെഡിസിനോ കണ്ടുപിടിച്ച് അത് ഫലപ്രദമായി ഉപയോഗിക്കത്തക്ക ഒരു സാഹചര്യത്തിലേക്ക് ലോകം എത്തിയിട്ടുമില്ല. അത് മാത്രമല്ല, ഈ മഹാവ്യാധി ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹിക, മാനസിക, സാമ്പത്തിക പ്രശ്നങ്ങൾ എത്ര വലുതാ. ഇതുപോലൊരു എക്കണോമിക് റിസഷൻ ലോകത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. സാമൂഹ്യ പ്രശ്നങ്ങൾ എത്ര അനവധിയാ. അതോടൊപ്പം മാനസികമായ പ്രയാസങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, ഡിപ്രഷൻ, ഐസൊലേഷൻ എത്രയധികം ആളുകൾ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാതാവിന്റെ മധ്യസ്ഥതയിൽ അടുത്തു വന്ന്
ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഏറ്റവും മർമ്മപ്രധാനമായ ദിവസങ്ങളാണ് എന്ന ഈ വ്രതദിനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തട്ടെ എന്ന ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥന അർഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. രോഗവും ദുരിതവും ബാധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം സ്വയം മറന്ന് PPE കിറ്റിട്ടൊക്കെ എത്ര കഷ്ടപ്പെടുന്ന നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നേഴ്സസ്, അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. രാപകൽ അധ്വാനിക്കുന്ന ഈ സയന്റിസ്റ്റിനെ, ഒരു വാക്സിൻ, ഒരു മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരെ, അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ മാതാവിന്റെ വാങ്ങിപ്പിന്റെ ദിവസം, ഈ പെരുന്നാൾ കഴിയുമ്പോഴേക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അമ്മയുടെ മധ്യസ്ഥത നമുക്ക് കാവലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജൂലൈ 12 കലണ്ടർ തിളക്കമുള്ള ദിവസമാണ്. അത് UN മലാല ഡേ ആയിട്ട് പ്രഖ്യാപിച്ച ദിവസമാണ്. മലാല യൂസഫ്സായി എന്ന പാകിസ്ഥാനി പെൺകുട്ടിയുടെ ജന്മദിനമാണ്, ബർത്ത്ഡേ ആണ് ജൂലൈ 12. ആരാ ഈ മലാല യൂസഫ്സായി? പാകിസ്ഥാനിലെ സ്വാത് ജില്ലയിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ പേരിൽ താലിബാന്റെ കണ്ണിലെ കരടാകുകയും അവരുടെ തോക്കിനിരയാകുകയും ചെയ്തൊരു പെൺകുട്ടിയാണ്. മരണാസന്നയായി പോയി എങ്കിൽ പോലും അനേകരുടെ പ്രാർത്ഥന കൊണ്ട് അതിനൊക്കെ അപ്പുറം UK സങ്കീർണമായ സർജറിയിലൂടെ ജീവിതത്തിലേക്ക് അവൾ തിരിച്ചു വന്നു. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവൾ പിന്നെ സൈലന്റായി മാറുകയില്ല. താൻ എത്രമാത്രം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദമുയർത്തിയോ അതിന്റെ 10 മടങ്ങ് വീര്യത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ അവളെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് UN അവളുടെ ജന്മദിനം ജൂലൈ 12 മലാല ദിനമായി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട ദിവസം, ഡേ ഫോർ ജെൻഡർ ഇക്വാലിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്ന് UN പ്രഖ്യാപിച്ചു. മലാല ഡേ, മലാല ദിനം. അവളുടെ ജന്മദിനത്തിന്റെ അന്ന് തന്നെ അവൾ UN യൂത്ത് അസംബ്ലിയിൽ പ്രസംഗിച്ചു. എനിക്ക് തോന്നുന്നു ലോകം അത് ലൈവായിട്ട് കണ്ടു ചാനലിലൂടെ. അത്ര ആവേശത്തോടാണ് നമ്മളത് കേട്ടത്. അവളുടെ പ്രസംഗം എത്രമാത്രം നമ്മളെ പ്രചോദിപ്പിക്കുന്നതാണ്, എത്രമാത്രം നമുക്ക് ആവേശം തരുന്നതാണ്. ഇതിനകത്ത് അവൾ പറഞ്ഞ ചില വാക്കുകൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. Some people call me the girl who shoot by Taliban. I am Malala. I am not a lone voice. I am many എന്ന് പറഞ്ഞ് അവളുടെ പ്രസംഗം എത്ര ആവേശം നൽകുന്നതാണ്. അവൾ വീണ്ടും പറയുന്നുണ്ട്, I have 2 options. One was remain silent and wait to be killed. And second, speak up, then be killed. I choose the second one എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എത്ര ഹർഷാരവത്തോടാണ് ബാൻ കിമോൺ ഉൾപ്പെടെയുള്ള ഈ പൊതുസഭയിലെ അംഗങ്ങൾ അത് കേട്ടിരുന്നത്. തന്റെ വാക്കുകൾ കൊണ്ടും തന്റെ ജീവിതം കൊണ്ടും തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും തന്റെ സമർപ്പണം കൊണ്ടും തന്റെ ത്യാഗം ഏറ്റവും കരുത്തുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ലോകത്തെ അവൾ അറിയിച്ചു. അത്രമാത്രം ശ്രദ്ധേയമായ ഇടപെടലും പ്രവർത്തനവുമായിരുന്നു അവളുടേത്. ഒരു 16 വയസ്സുകാരി പെൺകുട്ടി ഏറ്റവും കരുത്തുള്ളവളാണെന്ന് അവളുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു. അതുകൊണ്ട് അന്ന് ആ സമയത്ത് ഏതോ ഒരു പത്രത്തിൽ വന്നൊരു തലക്കെട്ടായിരുന്നു, മലാല യൂസഫ്സായി ദ മോസ്റ്റ് പവർഫുൾ ഗേൾ ഇൻ ദിസ് സെഞ്ചുറി. ഈ കാലഘട്ടത്തിലെ ഏറ്റവും കരുത്തുള്ള ഒരു പെൺകുട്ടിയാണ്. പ്രിയമുള്ളവരെ, മലാല യൂസഫ്സായി ഒരു സെഞ്ചുറിയുടെ കരുത്തുള്ള പെൺകുട്ടി എന്ന് പറയുമ്പോൾ ലോകം ഇന്നോളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കരുത്തുള്ള ഒരു പെൺകുട്ടിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ദിനങ്ങളായത്. ഇനി ഇതുപോലെ കരുത്തുള്ള ഒരാളെ കാണാനും കിട്ടുകയില്ല. ഒരു പെൺകുട്ടി തന്റെ ജീവിതം കൊണ്ട്, സമർപ്പണം കൊണ്ട്, തന്റെ ഇടപെടൽ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുകയാണ്. അവളുടെ മധ്യസ്ഥത ഇന്നും എത്ര അനുഗ്രഹമാണ്. ഒരു 16-17 വയസ്സുള്ളപ്പോഴാണ് ദൈവദൂതൻ അവളുടെ അടുക്കിലേക്ക് വരുന്നത്. അവളുടെ നിലപാട് കൊണ്ട്, ഇടപെടൽ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ത്യാഗം കൊണ്ട്, ജീവിതം കൊണ്ട് ലോകത്തിലെ ഏറ്റവും കരുത്തുള്ള പെൺകുട്ടിയാണെന്ന് അവൾ തെളിയിച്ചു. ശുദ്ധിമതിയായ മാതാവ്. ആ മാതാവിന്റെ വ്രതദിനങ്ങളാണല്ലോ ഈ സമയം. അതുകൊണ്ട് ഈ മറിയം എന്ന 3 അക്ഷരം എത്ര ഉച്ചരിച്ചിട്ട് നമുക്ക് കൊതി തീരുന്നില്ല.
എത്ര എഴുതിയിട്ടും നമ്മുടെ കൈകൾ തളരുന്നില്ല, എത്ര പ്രസംഗിച്ചിട്ടും അതിന്റെ മഹത്വം തീരുന്നില്ല, എത്ര ചിന്തിച്ചിട്ടും അതിന്റെ നിഗൂഢ നന്മകൾ മനസ്സിലാകുന്നില്ല. പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയാതെ പറഞ്ഞൊരമ്മ, കനൽ വിരിച്ച കർമ്മകാണ്ഡങ്ങളിലൂടെ വിശുദ്ധിയായി തീർന്ന ഒരമ്മ. ഇത്രയും കൊച്ചൊരമ്മയെ നമ്മൾ കണ്ടിട്ടുണ്ടോ? 14, 15, 16 വയസ്സ് പരമാവധി കാണും അവൾ അമ്മയായ സമയം. പക്ഷേ ഇത്രയും അനുഭവമുള്ള, ഇത്രയും സമർപ്പണമുള്ള, ഇത്രയും ത്യാഗനിർഭരമായ ജീവിതമുള്ള, ഇത്രയും കുലീനമായ ഇടപെടലുകൾ നടത്തിയ ഒരു അമ്മയെ കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ നമ്മൾ? 16 വയസ്സുള്ള ഒരു പെൺകുട്ടി, വയസ്സുകൊണ്ട് അവൾ ബാല്യമായിരിക്കാം, പക്ഷെ അനുഭവം കൊണ്ടും ജീവിതം കൊണ്ടും ഒരു 90 വയസ്സിന്റെ പക്വതയും ഒരു 90 വയസ്സിന്റെ ഇരുത്തവും അവൾക്കില്ലേ? ഇതാണ് മറിയം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. എന്താ ശുദ്ധിമതിയായ മറിയം നമുക്ക് നൽകുന്ന ജീവിത ദർശനം? അമ്മ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് എവിടെയാണ്? അമ്മ നമ്മളെ ബേയാണ്. അമ്മ എങ്ങനെ തീരണമെന്നാണ് നമ്മളെ തിരുവചനത്തിലൂടെ, തന്റെ ജീവിതത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. 1-2 കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശുദ്ധിമതിയായ മാതാവിനെ നമ്മൾ ആദ്യം കാണുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലല്ലേ? ഗബ്രിയേൽ ദൂതൻ അമ്മയുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, കൃപ നിറഞ്ഞവളെ നിനക്ക് വന്നരം, പീസ് ബി വിത്ത് യു, ലോർഡ് ബി വിത്ത് യു എന്ന് പറയുകയാ. ദൈവം നിന്നോടുകൂടെ, സമാധാനം നിന്നോടുകൂടെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ശുദ്ധിമതിയായ മാതാവിന്റെ അടുക്കൽ ദൈവദൂതൻ വന്നിട്ട് പറയുകയാ, ദൈവം നിന്നോടുകൂടെ എന്ന്. അതിനു മുൻപുള്ള അവസ്ഥയും അതിന് ശേഷമുള്ള അവസ്ഥയും ഒന്ന് ചിന്തിക്കണം. അതിന് മുൻപുള്ള അവസ്ഥ എന്താണ്? യാക്കീം പ്രഭുവിന്റെ മകളായി ഉള്ള ഒരു ഒരു ശൈശവകാലമായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവൾ ദേവാലയത്തിലേക്ക് വരുന്നു. ദേവാലയത്തിലേക്ക് വരുമ്പോൾ പുരോഹിതന്മാരുടെ സ്നേഹവാത്സല്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കൗമാരകാലമായിരുന്നു അവൾക്കുള്ളത്. എല്ലാം കൊണ്ടും ലോകപ്രകാരം സന്തോഷത്തോടെ രാജകുമാരിയെ പോലെ ജീവിച്ച ഒരു ശൈശവ കൗമാരകാലമായിരുന്നു ശുദ്ധിമതിയായ മാതാവിനുണ്ടായിരുന്നത്. അങ്ങനെ ജീവിച്ച അവളുടെ അടുക്കലേക്കാണ് ദൈവദൂതൻ കടന്നു വന്നുകൊണ്ട് പറയുന്നത്, നിനക്ക് വന്ദനം, സമാധാനം നിന്നോടുകൂടെ, ദൈവം നിന്നോടുകൂടെ എന്ന്. ദൈവം നിന്നോടുകൂടെ എന്ന ഈ ദൈവത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞോ, അന്ന് മുതൽ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി, കലുഷിതമായി അവളുടെ ജീവിതം. അതുവരെ സ്വസ്ഥവും ശാന്തവും ധന്യവും ഈ സന്തോഷകരവും ആനന്ദകരമായ ഒരു ജീവിതമായിരുന്നു. പക്ഷെ എന്ന് ദൈവം നിന്റെ കൂടെന്ന് പറഞ്ഞപ്പോഴ് കൊണ്ട് പ്രയാസവും പ്രശ്നവും ലോകപ്രകാരം തുടങ്ങി. അങ്ങനെയെങ്കിൽ ഈ ദൈവിക ഇടപെടലുകളെ കുറിച്ച് ഒരു പുതിയൊരു ബോധ്യം ശുദ്ധിമതിയായ മാതാവ് നമുക്ക് നൽകുക. ദൈവിക ഇടപെടലും ദൈവം കൂടെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങളെല്ലാം മാറുമെന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നതല്ലേ, ദൈവമേ ഒന്ന് ഇടപെടണം, എന്റെ പ്രയാസവും എന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഒന്ന് മാറണം. എത്ര പ്രയാസപ്പെട്ട, എത്ര ക്ലേശകരമായ ഒരു ജീവിതമായത്. ഇതിൽ നിന്ന് മാറാൻ നീ ഞങ്ങളിലൊന്ന് ഇടപെടണം. ഇവിടെ നോക്കി സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്ന മാതാവിന്റെ അടുക്കലാണ് ദൈവദൂതൻ വന്ന് പറയും, ദൈവം കൂടുണ്ടെന്ന്. ദൈവം കൂടുണ്ടെന്ന് പറഞ്ഞ സമയത്താണ് അവളുടെ പ്രയാസവും പ്രശ്നവും തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ എന്താണ് ഈ മാതാവ് നമുക്ക് നൽകുന്ന ഒരു ബോധ്യം? മാതാവ് നമുക്ക് നൽകുന്ന പുതിയൊരു മാനവികത എന്താണ്? ദൈവികത്തെ സസുഖം ആക്കാനുള്ളതല്ല, മറിച്ച് ആ ദൈവിക ഇടപെടലിലൂടെ നമ്മളുടെ മുൻപിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്താൽ അതിജീവിക്കാനുള്ളതാണെന്നാണ് ശുദ്ധിമതിയായ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവിക ഇടപെടലുകൾ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ഒഴിവാക്കാനല്ല, അത് ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കാനുള്ളതാണെന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവമാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ ചിന്തിക്കും, ദൈവമേ ഈ പ്രശ്ന നിറഞ്ഞ ഈ കാലത്ത് നീ ഒന്ന് ഇടപെടണം. എപ്പോഴും ഓർക്കണം, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതല്ല പ്രൈമറി ആയിട്ടുള്ളത്, സെക്കൻഡറിയാണ്. അതിനൊക്കെ അപ്പുറം ദൈവത്താൽ അതിനെ അതിജീവിക്കുക, അതിനെ ചങ്കൂറ്റത്തോടെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാ ശുദ്ധിമതിയായ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പാൻഡമിക് ഡിസീസ്
നമുക്ക് ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഈ മരണവും രോഗവും മാത്രം ഓർത്തല്ല നമ്മുടെ മുൻപിൽ അത് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അതിനപ്പുറം അതുണ്ടാക്കുന്ന മറ്റു പ്രശ്നങ്ങളാണ്. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, നിരാശ, ഡിപ്രഷൻ, ഐസൊലേഷൻ എത്ര വലുതാ. ഒരുപക്ഷെ ഈ US-ലുള്ളവർ അനുഭവിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറം നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള പ്രവാസികളായ കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ ചെറുപ്പക്കാർ അനുഭവിക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം നമുക്കറിയാം, നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. ഒരു രോഗവും പ്രയാസവും ഒക്കെ വന്നു കഴിഞ്ഞാൽ ചേർത്ത് പിടിക്കാൻ പലരും കാണും. പക്ഷെ ഗൾഫിൽ ഉള്ളവർ അവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം, കുടുംബത്തെ പിരിഞ്ഞ് മക്കളെ പിരിഞ്ഞ് ഒത്തിരി പേരവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ ഇടവക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ഫോണിൽ വിളിച്ച സമയത്ത് അയാൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെ, അച്ഛാ 2.5 മാസമായി ജോലി നഷ്ടപ്പെട്ടിട്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒറ്റ മനുഷ്യരെ കാണാൻ പറ്റുന്നില്ല, ജോലി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയില്ല, പലർക്കും കോവിഡ് ബാധിച്ചിരിക്കുകയാണ്, എപ്പോഴും എനിക്ക് വരുമെന്ന് അറിയത്തില്ല, വീട്ടിൽ ഇതൊക്കെ പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ പലരോടും കടം മേടിച്ച് കൃത്യം മാസ ശമ്പളം അതിന്റെ കൃത്യം എമൗണ്ട് ഞാൻ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ആഗ്രഹമുള്ള അച്ഛാ, ഇവിടെ കിടന്ന് അനാഥപ്രേതമായിട്ട് കിടന്ന് മരിക്കരുത്. ഒരേ ഒരു ആഗ്രഹം, നാട്ടിൽ ചെല്ലണം, അവിടെ കിടന്ന് മരിക്കണം, ആ കല്ലറയിൽ അടക്കപ്പെടണം. രോഗമല്ല നമ്മളെ വിഷമിപ്പിക്കുന്നത്, അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഗൾഫിലൊക്കെ പല ചെറുപ്പക്കാരും മരിച്ചത് ഈ കോവിഡ് ബാധിച്ചൊന്നുമല്ല. എത്ര പേര് കാർഡിയക് അറസ്റ്റായിട്ട് മരണമടഞ്ഞു, മാനസിക സമ്മർദ്ദം കൊണ്ട്. ചുരുക്കം ചിലര് അതിനെ ഫേസ് ചെയ്യാൻ ത്രാണിയില്ലാതെ ആത്മഹത്യ ചെയ്തു. അത് കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് വലിയൊരു നമുക്ക് പ്രയാസം തരുന്ന ഒരു കാര്യം. മറിയം നമുക്ക് നൽകുന്ന വലിയൊരു ബോധ്യം എന്താ? ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷെ ദൈവം കൂടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം കൂടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മറിയം നൽകുന്ന ഏറ്റവും വലിയൊരു ബലം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷെ ദൈവം കൂടുണ്ടെങ്കിൽ 100 നമുക്ക് അതിജീവിക്കാൻ പറ്റത്തില്ലേ? ഗിദെയോന്റെ അടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയുക, പരാക്രമശാലിയുള്ളവേ, ദൈവം നിന്നോടുകൂടെ. ഗിദെയോൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ആ സമയത്ത്, ദൈവം എന്നോട് കൂടെ ഉണ്ട്, ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കുന്ന എന്താ? നമ്മുടെയൊക്കെ ചോദ്യം അതാ. ജീവിതത്തിൽ പ്രയാസവും പ്രശ്നവും ഒക്കെ ഉണ്ട്, പക്ഷെ ദൈവം കൂടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റും. ഗിദെയോന്റെ സ്വാഭാവികമായ നമ്മളെപ്പോലുള്ള സംശയം, ദൈവം കൂടുണ്ടെങ്കിൽ ഈ പ്രശ്നം എന്താ? പ്രശ്നരഹിതമായി ആയാസരഹിതമായ ജീവിതമല്ല ക്രൈസ്തവ ജീവിതം. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്, പക്ഷെ ദൈവം കൂടുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റും എന്ന് മാതാവ് പഠിപ്പിക്കുക. എത്ര ഭംഗിയായിട്ടാണ് മാതാവ് തന്റെ സഹനങ്ങളെ അതിജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, വൈവിധ്യം നിറഞ്ഞ പ്രയാസവും പ്രശ്നമൊക്കെ കാണും, ഒറ്റപ്പെടലിന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ കാണും. ഈ അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞാൻ US-ലായിരുന്നല്ലോ കുറച്ചു നാള്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേകിച്ച് നമ്മുടെ അച്ഛന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. സജീവ് അച്ഛന്റെ കുടുംബത്തോടൊപ്പമായിരുന്നു ഞാൻ താമസിച്ചത്. എന്തും ചെയ്യാൻ അച്ഛന്റെ കുടുംബം തയ്യാറായിരുന്നു. പക്ഷെ ഈ രോഗം വ്യാപിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു മാനസിക വിഷമം. അഥവാ ഈ രോഗം അവിടെയൊക്കെ പടർന്നു പന്തലിച്ച സമയത്ത്, അഥവാ എനിക്ക് ഈ അസുഖം എങ്ങാനും വന്നു കഴിഞ്ഞാൽ അച്ഛന് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ഒഴിവാക്കാൻ പറ്റുമോ? ചേർത്ത് പിടിക്കാൻ പറ്റുമോ? എന്റെ മനസ്സിലൊരാഗ്രഹം, എത്രയും പെട്ടെന്ന് നാട്ടിൽ വരണം, എന്റെ കുടുംബത്തോടൊക്കെ ആകണം. ഒരുപക്ഷെ ആ ഒറ്റപ്പെടൽ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. തിരിച്ചു വരുന്ന സമയത്തോ, US-ൽ നിന്നുള്ള ആദ്യത്തെ ഫ്ലൈറ്റിൽ ഞങ്ങളിവിടെ വന്ന സമയം US-ൽ നിന്നുള്ളൊരു ഫ്ലൈറ്റ് വരുന്ന സമയത്ത് എയർപോർട്ടിൽ പോലും ഞങ്ങളെ പേടിയോടാകേണ്ടത്. 100,000-ൽ പരം ആളുകൾ മരിച്ച ഇടത്തു നിന്ന് വരുന്ന ആളുകൾ എല്ലാരും ഞങ്ങളെ കാണുമ്പോഴത്തെ പേടിച്ചു മാറുക. എമിഗ്രേഷനിൽ ചെന്ന സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ പറയുക, കീപ് മാക്സിമം ഡിസ്റ്റൻസ്, പരമാവധി അകന്ന് നിൽക്കുക. KSRTC ബസ്സിലാണ് കയറിയത്. ലഗേജ് ഒക്കെ ആയിട്ട് കയറുന്ന സമയത്തും ഒരു ഭീകരന്മാരെ പോലെ ഞങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ക്വാറന്റൈനിൽ ഒരു ഹോട്ടലിലായി. അവിടെയും ഭക്ഷണം പുറത്തു കൊണ്ടുവെക്കും, ബെല്ലടിച്ച് ഡോറ് തുറന്ന് അന്നേരം എടുക്കാൻ പറ്റത്തില്ല. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാൻ
പോലും പറ്റത്തുള്ളൂ. കാരണം അയാൾ പോകണം. സാബ് ടെസ്റ്റിനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയം ഇപ്പോഴും ഓർക്കുകയാണ്. ആംബുലൻസിലാണ് കൊണ്ടുപോയത്. എന്താ നമ്മുടെ ഈ അലാറം ഒക്കെ ഇട്ടുകൊണ്ട് ആലപ്പുഴ ടൗണിലൂടെ പോയപ്പോഴത്തേക്ക് പേടിച്ചു പോയി. അവിടെ ചെന്ന സമയത്ത് ഈ ആംബുലൻസിൽ നടക്കാൻ പോലും സമ്മതിക്കത്തില്ല. ടെസ്റ്റിന്റെ കൃത്യസമയത്ത് മാത്രം ഇറക്കിയ സമയത്ത് സാബ് ടെസ്റ്റിനായിട്ട് മുന്നോട്ട് പോയ സമയത്ത് ശരിക്കും പേടിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാ റിസൾട്ട് അറിയുന്നത്. അതുവരെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രവർത്തനം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുമ്പോഴൊക്കെ പേടിയ ഇതാണോ. ഈ അസുഖമല്ല ഭയപ്പെടുത്തുന്നത്, ഇതുണ്ടാക്കുന്ന ഒറ്റപ്പെടുത്തൽ. പ്രത്യേകിച്ച് നാട്ടിൽ നമ്മുടെ ആളുകൾ ഇതെന്ന് അറിഞ്ഞു കഴിഞ്ഞ പേടിയ എല്ലാവർക്കും. നമുക്കറിയാം ഇങ്ങനൊരു ഒറ്റപ്പെടലിന്റെ അനുഭവത്തിൽ നമ്മൾ പലരും കടന്നു പോവുക. ആ സമയത്താണ് ദൈവം മാതാവിനോട് പറയുന്നപ്പെടുത്തേണ്ടത്. സഹനമുണ്ട്, ഒറ്റപ്പെടലുണ്ട്, പക്ഷെ ഞാൻ കൂടുണ്ട്. ആരും ഇല്ലെങ്കിൽ എന്താ, ഞാൻ കൂടില്ലേ, ഞാൻ ബലം തരുന്നില്ലേ, അത് ശുദ്ധിമതിയായ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ വിദേശത്തുള്ള എൻ്റെ പല സ്നേഹിതരെയും വിളിച്ചു. ഇപ്പോഴൊരു നിഷ ഡാൻ ദമ്പതികളുമായിട്ട് ഞാൻ സംസാരിച്ചു. അവർ കുയിലില്ല. അവൾ എന്നിട്ട് പറയുന്ന വെച്ചാൽ, ഞാൻ കോവിഡ് പേഷ്യൻസിന്റെ ICUലായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ പേടിയായിരുന്നു, അതിനൊക്കെ അപ്പുറം വെറുപ്പായിരുന്നു. ഈ രോഗം എപ്പോഴാണ് പകരുന്നത് എന്നുള്ളത്, ഈ വാർഡ് മാത്രമാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള വിദ്വേഷം. അതുകൊണ്ട് എങ്ങനെ ഇതിനകത്തുനിന്ന് മാറണം എന്നൊരു ചിന്ത. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ആരോരുമില്ലാത്തവർ ഈ അസുഖം ബാധിച്ചാൽ വീട്ടുകാർക്ക് ആർക്കെങ്കിലും കൂടെ നിൽക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിസ്സഹായരായ അവരെ ശുശ്രൂഷിക്കുന്നതും കരുതുന്നതും ദൈവം ഏൽപ്പിച്ച ചുമതലയായിരിക്കാം, നിയോഗമായിരിക്കാം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ എനിക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. പക്ഷെ വാർഡിലെ ഓരോരുത്തരും മരിച്ചു വീഴുമ്പോഴത്തേക്ക് ഈ മനസ്സനുഭവിക്കുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. അതിലേറ്റവും സ്പർശിച്ചത് ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ പേര് കേട്ടിട്ട് മലയാളിയാണ് എന്നാ തോന്നുന്നതെന്ന് അവൾ പറഞ്ഞു. മലയാളിയോ അല്ലെങ്കിൽ തമിഴനോ. ഒരു ഹോസ്പിറ്റൽ നമ്പർ മാത്രമുണ്ട്. വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ശ്വാസം എടുക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കും. പ്രയാസം, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒത്തിരിയായി. അങ്ങനെ ഒത്തിരി പ്രയാസപ്പെട്ടു. പിന്നെ ഇനിയും ജീവിതത്തിലേക്കില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി. ഒടുവിൽ അവസാന ശ്വാസം എടുത്ത് ശരീരം നിശ്ചലമായി. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ബോഡി എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അയാളുടെ അടുക്കലിരുന്ന ഫോൺ ബെല്ലടിച്ചു. അവളത് നോക്കിയപ്പോഴത്തേക്ക് അതിൽ എഴുതിയിരിക്കുന്നു, അമ്മ കോളിംഗ്, അമ്മ വിളിക്കുന്നു. അയാളുടെ അമ്മ അയാളെ വിളിക്കുകയാണ്. ഇവൾ പറയുക, ആ ഫോൺ എടുക്കാൻ പറ്റുമോ, എടുക്കാതിരിക്കാൻ പറ്റുമോ? കുറച്ച് ദിവസമായിട്ട് മകന്റെ വിവരം അറിയാഞ്ഞിട്ട് അമ്മ വിളിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ മകന് ഇപ്പോഴ് ഈ സ്ഥിതി എന്തെന്നറിയാനായിട്ട് വിളിക്കുകയായിരിക്കാം. ഫോൺ എടുത്തിട്ട് മകൻ മരിച്ചുപോയെന്ന് എങ്ങനെ പറയാനാ? അച്ചോ, ഇതുപോലെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ രോഗമാണോ നമ്മളെ വിഷമിപ്പിക്കുന്നത്? നമ്മുടെ സാമ്പത്തിക പ്രശ്നമാണോ വിഷമിപ്പിക്കുന്നത്? ആരും കൂടില്ലെന്നുള്ളതാണ് നമ്മളെ വിഷമിപ്പിക്കുന്നത്. യോബിന്റെ പുസ്തകം വായിച്ച് തീരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും കരഞ്ഞു പോകും. അത് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തകർന്നു പോയൊരു മനുഷ്യന്റെ കഥ കൊണ്ടാണ്. അല്ല, ഒറ്റപ്പെട്ടു പോയ, ചേർത്ത് പിടിക്കാൻ ആരുമില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ആത്മനമ്പരമാണ്. ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും നമ്മുടെ പ്രശ്നമാകില്ല. അമ്മ നമുക്ക് നൽകുന്ന മാനവികത എന്താ? ദൈവം കൂടുണ്ട്. ദൈവത്തിന്റെ ദൂതനെന്ന് പറയുക, ദൈവം കൂടുണ്ട്. പ്രശ്നങ്ങൾ അനവധി പിന്നെ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാകുക, പക്ഷെ അവിടെ ഒന്നും അടിപതറാതെ പോകാൻ അമ്മയ്ക്ക് കഴിഞ്ഞത്, ശുദ്ധിമതിയായ മാതാവിന് കഴിഞ്ഞത് ദൈവം കൂടുണ്ടെന്നുള്ളൊരു ബോധ്യമാണ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണുമായിരിക്കാം ഡോക്ടർ ജോർജ് ശാമുവേൽ എന്നൊരു മനുഷ്യനെ പറ്റി. അദ്ദേഹത്തിന്റെ 2 മക്കളുണ്ട്, റോണി, ജോണി. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന രോഗം ബാധിച്ച കുഞ്ഞുങ്ങളാണ്. ജന്മന ഈ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും, ശരീരം അങ്ങ് തളർന്നു പോകും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വല്ലാത്തൊരു അസുഖം, കോട്ട് പോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ വളരെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആണ് ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ. അദ്ദേഹത്തിന്റെ ജോലി, സയന്റിസ്റ്റ് ആയിരുന്നു. അവിടുന്ന് ജോലി രാജിവെച്ച് മക്കളെ നോക്കാനായിട്ട് നാട്ടിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഉണ്ടായിരുന്നു, മകളുണ്ടായിരുന്നു. മകൾ ആനയുടെ വിവാഹം കഴിഞ്ഞു. അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും മരിച്ചു. ഈ 2 കുഞ്ഞുങ്ങൾ തന്റെ മുൻപിൽ. അദ്ദേഹം പറയുകയായിരുന്നു, ജീവിതത്തിൽ ഇത്രയും പ്രതിസന്ധിയിലൂടെ കടന്നുപോയ നിമിഷമില്ല, തന്നോടൊപ്പം ആരുമില്ല. ഈ മാരകരോഗം ബാധിച്ച കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കും?
എത്ര ശ്രദ്ധയോട് നോക്കിയെന്ന് പറഞ്ഞാലും തനിക്കതിന് പറ്റുമോ? അത് മാത്രമല്ല, തനിക്കൊന്ന് പുറത്തു പോകാൻ പോലും പറ്റത്തില്ലല്ലോ. ദൈവത്തിനൊക്കെ സംസാരിക്കുന്ന മനുഷ്യനാണ്, പക്ഷെ അതിന് പോലും കഴിയാത്തൊരു നിസ്സഹായം. 2 മക്കൾ, ഒരു മകൻ പതുക്കെ പതുക്കെ വീൽ ചെയറിലിരിക്കുന്ന മകൻ പതുക്കെ പതുക്കെ അപ്പയുടെ വിഷമം അറിഞ്ഞുകൊണ്ട് അപ്പയുടെ അടുക്ക വന്നു. എന്നിട്ട് പറഞ്ഞു, അപ്പ എന്താ വിഷമിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പയ്ക്ക് ഞങ്ങളെ ഇട്ട് ചുരടവും പാൻ പറ്റില്ലേ? മമ്മയും ആനിയും ഒക്കെ ഉണ്ടായിരുന്നപ്പോ അപ്പയ്ക്ക് അതൊരു ബലമായിരുന്നില്ലേ? എന്നിട്ട് ഈ കുഞ്ഞ് പറഞ്ഞു, അപ്പ വിഷമിക്കൊന്നും വേണ്ട, അപ്പ എവിടെ വേണേ പൊയ്ക്കോ. മമ്മയും ആനിയൊക്കെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ശരീരം തളരുമ്പോഴേ ജോണി വന്ന് എന്നെ ഒന്ന് തടയുകയൊക്കെ തരും. അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ചെറുതായിട്ട് എടുത്തു കൊടുക്കാനൊക്കെ പറ്റും. അപ്പൊ എന്തിനാ വിഷമിക്കുന്നത്? അപ്പൊ പൊയ്ക്കും. എന്നിട്ട് ഈ കുഞ്ഞ് പറഞ്ഞു, അപ്പ ഐ പ്ലേസ് മൈ ഫീബിൾ ഹാൻഡ് ഇൻ ഗോഡ്സ് ഏബിൾ ഹാൻഡ്. അപ്പൊ എന്റെ ബലഹീനമായ കൈകൾ സർവശക്തനായ ദൈവത്തിന്റെ കൈകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഡോക്ടർ ജോർജ് ഹാമൽ പറയുകയാണ്, ഞാൻ കരഞ്ഞു പോയ നിമിഷമാണ്. വലിയ പ്രഗത്ഭനായ മനുഷ്യനാ, ദൈവജനം സംസാരിച്ച മനുഷ്യനാ, സയന്റിസ്റ്റാ ഞാന്. പക്ഷെ എന്റെ കുഞ്ഞിനുണ്ടായ ദൈവബോധ്യത്തിന്റെ ഒരു അംശം പോലും എനിക്കില്ലല്ലോ. അവനറിയാം അവന്റെ ജീവിതം പ്രശ്നം നിറഞ്ഞതാ, പക്ഷെ അതിന്റെ നടുവിൽ ദൈവം കൂടുണ്ട് എന്നൊരു ബോധ്യം അവനുണ്ട്. ദൈവം താങ്ങുന്നു എന്നൊരു ബോധ്യം അവനുണ്ട്. എന്താ അമ്മ നമുക്ക് നൽകുന്ന മാനവികത? ഈ ദൈവം കൂടുണ്ടെന്ന് പറയുന്നത്, ദൈവത്തെ ചേർത്ത് പിടിക്കുന്നത് നമ്മുടെ പ്രശ്നം ഒഴിവാക്കുന്നതല്ല, ആ പ്രശ്നങ്ങളിൽ കരുത്തോട് ജീവിക്കാൻ ബലമേകുന്നതാണെന്ന് ഈ മാതാവ് നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, 2, അമ്മയുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്താ? ജീവിതത്തിൽ ഒരു നിയോഗമുണ്ടെങ്കിൽ ആ നിയോഗത്തിന് വേണ്ടി ക്രൂശോളവും വഹിക്കണമെന്ന് അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തും. എന്താ ഈ വേദഭാഗത്ത് നമ്മളിവിടെ കാണുന്നത്? ഒരു കൊച്ചു പെൺകുട്ടി എടുക്കൽ ദൈവദൂതൻ വന്നിട്ട് പറയുകയാ, നീ ഗർഭം ധരിച്ചൊരു മകളെ പ്രസവിക്കും. 16 വയസ്സ് പരമാവധി സമയത്തെന്നാ പറയുന്നത്. അവളുടെ അടുക്കലാ പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. വിവാഹമൊക്കെ നിശ്ചയിച്ച് വിവാഹത്തെ പറ്റിയുള്ള സ്വപ്നങ്ങളൊക്കെ നെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി എടുക്കലാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അവിവാഹിതയായ ഒരു പെൺകുട്ടി ഇക്കാലത്ത് പോലും ഗർഭം ധരിച്ചാൽ സമൂഹം എന്തെല്ലാം പറയും, എന്തെല്ലാം പ്രയാസങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അക്കാലത്തോ പുരുഷ മേധാവിത്വമുള്ള ആ കാലഘട്ടങ്ങളിൽ ഒരു അവിവാഹിതയായ ഒരു പെൺകുട്ടി ഗർഭം ധരിച്ചാൽ അവളുടെ മുൻപിൽ മരണം മാത്രമാ. സന്നിധ്രമു സംഘത്തിന്റെ മുൻപിൽ വിസ്തരിക്കപ്പെടും, കല്ലെറിഞ്ഞു കൊല്ലും, നിന്നയും പരിഹാസവും മരണവും മാത്രം. അങ്ങനെ ഒരു സന്ദർഭത്തിലാ ദൈവദൂതൻ വന്നിട്ട് പറയുന്നത്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഇന്നത്തെ കാലത്ത് പോലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലല്ലോ. അന്നത്തെ യാഥാസ്ഥിതിക ഒരു യഹൂദ പശ്ചാത്തലത്തിൽ ആയിരിക്കുന്ന ഒരു പെൺകൊച്ചിന്റെ അടുക്കലാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവദൂതൻ പറഞ്ഞത് ഇങ്ങനെ വേണം നോക്കാം. കഴിയുമോ കുഞ്ഞെ, നിനക്ക് കടലോളം കണ്ണീര് നെഞ്ചിലേറ്റാൻ കഴിയുമോ? കഴിയുമോ കുഞ്ഞെ, നിനക്ക് അഗ്നികുണ്ഡത്തെ ഗർഭം ധരിക്കാൻ? എന്നാ ദൈവദൂതൻ ചോദിച്ചത്? ഇത്ര നിസ്സാര കാര്യമൊന്നും അല്ല. ഇനിയും കടലോളം കണ്ണീരാകും ഇത് നീ ഏറ്റെടുത്താൽ. ഈ നിയോഗം നീ ഏറ്റെടുത്താൽ ജീവിതം മുഴുവൻ അഗ്നിയാ. അതുകൊണ്ട് പിതാക്കന്മാര് പറയുന്നത് അഗ്നിയിൽ ദഹിക്കാത്ത ഉൾപ്പെടർപ്പ്. അഗ്നിയാ ശരിക്കും വന്നത്, അവളുടെ ഉള്ളിലേക്ക് വന്നത്. കപ്പദോക്യൻ പിതാക്കന്മാര് പറയുന്നത് എന്താണെന്നറിയാമോ? തുലാസിൽ നിമിഷമാണിത്. മറിയം നോയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മനുഷ്യകുലത്തിന് രക്ഷയുണ്ടാകത്തില്ലെന്ന്. അമ്മ ചിന്തിച്ചത് എന്താണ്? ദൈവത്തിന് എന്നെ പറ്റി ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ, ദൈവം എന്നെ ഒരു നിയോഗം ഏൽപ്പിക്കുന്നെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാനോ അതിൽ നിന്ന് ഒഴിവാക്കാനോ ഞാൻ ആരാ? ഏറ്റെടുക്കാനല്ലാതെ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോണം, അമ്മ അനുഭവിച്ച ആ മാനസിക സമ്മർദ്ദം. അവിടെ ഇതിങ്ങനെ പറയുമ്പോൾ ഇവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാ, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാൻ എന്റേതല്ല നിന്റേതാന്നാ പറയുന്നത്. ഇവളുവരെ നമുക്കൊക്കെ ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് തമ്പുരാൻ കർത്താവ് ഏൽപ്പിക്കുന്നതാ. അപ്പോഴേ എനിക്കിണങ്ങിയ പോലെ ജീവിക്കാനുള്ളതല്ല, ദൈവത്തിനിണങ്ങിയ പോലെ ജീവിക്കാനുള്ളതാണ്. നമ്മളൊക്കെ നമുക്കിണങ്ങിയത് പോലെ ജീവിക്കുന്നവരാ. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും ദൈവത്തിന് നമ്മുടെ ഒരു ഉദ്ദേശമുണ്ട്, ഒരു നിയോഗമുണ്ട്. അതനുസരിച്ച് ജീവിക്കേണ്ടവരാ നമ്മൾ. അമ്മ
ഇവിടെ പറഞ്ഞ വാക്യം എന്താണെന്നറിയാമോ? ലെറ്റ് ഇറ്റ് ബി ഡൺ. അത് അതുപോലെ സംഭവിക്കട്ടെ. അതിന്റെ ലാറ്റിൻ വാക്ക് എന്താണെന്നറിയാം? അർത്ഥം ഫിയാത്ത് എന്നാണ്. ഫിയാത്ത്. പിതാക്കന്മാര് പറയുന്നത്, അമ്മ പറയുക അത് അതുപോലെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദൈവം അമ്മയിലേക്ക് വന്നെന്നാ ഉരുവാകാൻ ഉദരത്തിൽ ഉരുവായെന്നാ പറയുന്നത്. ഈ ഫിയാത്ത് എന്ന പദത്തിന്റെ തത്തുല്യമായ പദം ആണ് പുരോഹിതന്മാരെ അപ്പവീഞ്ഞുകളെ ആശീർവദിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പദമെന്നാണ് പറയുന്നത്. വിശുദ്ധ കുർബാനയിൽ പുരോഹിതൻ പറയത്തില്ലേ, ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരമാകട്ടെ, ഈ വീഞ്ഞ് ക്രിസ്തുവിന്റെ രക്തമായി മാറട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അതിന് തത്തുല്യമായതാ. പുരോഹിതൻ എങ്ങനെ ആശീർവദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് അപ്പം ശരീരമായി മാറുന്നു, ഈ വീഞ്ഞ് രക്തമായിട്ട് മാറുന്നു. അതുപോലെ അത് അതുപോലെ സംഭവിക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി ഡൺ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ഉദരത്തിൽ ഉരുവായി. അങ്ങനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം ഏറ്റെടുത്തുകൊണ്ട് തീരുന്നില്ലല്ലോ. പിന്നീടല്ലേ പ്രശ്നം തുടങ്ങുന്നത്. അന്നു മുതൽ എന്ന് ജീവിതത്തിന്റെ നിയോഗം ഏറ്റെടുത്തോ അന്നു മുതൽ അമ്മ കടന്നു പോകുമ്പോൾ ചില പ്രയാസങ്ങളുണ്ട്, ക്രൂശോളമുണ്ട്. ദൈവം എന്നെ ഒരു നിയോഗം ഏൽപ്പിക്കുന്നെങ്കിൽ അതിന് ക്രൂശോളം വഹിക്കണമെന്നും സഹിക്കണമെന്നുമാണ് തമ്പുരാന്റെ പദ്ധതിയെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാൻ താനാരാ? അമ്മയുടെ ജീവിതം മുഴുവൻ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തെല്ലാം വിഷമങ്ങളോടാണ് അമ്മ പോകുന്നത്. പക്ഷെ എവിടെങ്കിലും അമ്മയുടെ പ്രതികരണം വികലമാകുന്നോ? എത്ര ശാന്തമായി, എത്ര സൗമ്യമായി കരങ്ങൾ കൂപ്പിക്കൊണ്ടാണ് അമ്മ അത് ഏറ്റെടുക്കുന്നത്. ഏറ്റവും അമ്മയുടെ സഹനത്തിന്റെ പാരമ്യത കാൽവറി കുരിശാണ്. ആ അമ്മ അനുഭവിച്ച ആ മാനസിക പ്രയാസങ്ങൾ എത്ര വലുതാ. ഒരമ്മയ്ക്ക് തൻ്റെ വേദന സഹിക്കാം, താൻ നൊന്ത് പ്രസവിച്ച മകന്റെ ഈ പീഡാസഹനം എങ്ങനെ ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റും? അതെല്ലാം അമ്മ കാണുകയല്ലേ. നിങ്ങൾ കണ്ടിട്ടുള്ള മൂവി ആയിരിക്കാം മെൽ ഗിബ്സന്റെ പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അത് കണ്ടിട്ടില്ലേ? നിർബന്ധമായിട്ടും കാണണം. അത് ക്രിസ്തുവിന്റെ കഷ്ടതകളെ പർവ്വതീകരിക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനൊക്കെ അപ്പുറം അമ്മ മറിയം കടന്നുപോയ സഹനം എത്ര കഠിനമാണ് എന്ന് പച്ചയായി ഓർമ്മപ്പെടുത്തുന്ന ഒരു മൂവിയാണ്. അത് ക്രിസ്തുവിന്റെ സഹനങ്ങളെയൊക്കെ നമ്മളെ കാണിച്ചതിന് ശേഷം മെൽ ഗിബ്സൺ മനഃപൂർവ്വം ആ ക്യാമറ അമ്മ മറിയത്തിലേക്ക് ഓരോ ഫ്രെയിമിലും കൊണ്ടുപോകുന്നുണ്ട്. അമ്മയുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ നമ്മുടെ ചങ്കുലയ്ക്കും. അത്രമാത്രം വേദനയിലൂടെ അമ്മ മറിയ കടന്നു പോകുന്നത്. ഓരോ സഹനങ്ങളും കഴിഞ്ഞിട്ട് അമ്മ മറിയത്തിലേക്ക് ക്യാമറ പോവുക. അതിനകത്ത് ഒരു ഫ്രെയിം ഇങ്ങനെയാണ്, യേശുതമ്പുരാൻ കുരിശും വഹിച്ചുകൊണ്ട് ഈ ഗബ്ബദായിൽ നിന്ന് പിലാത്തോസിന്റെ ന്യായസ്ഥലത്ത് നിന്ന് ഗോൽഗുത്തായിലേക്ക് കുരിശും വഹിച്ചുകൊണ്ട് പോകുന്ന സമയം ചാട്ടവാറിന്റെ അടികൊണ്ട് വേദന കൊണ്ട് അങ്ങ് പുളയുക കർത്താവ്. ഒരു വേള വേദന സഹിക്കവയ്യാതെ കരയുന്നു കർത്താവ്. എവിടെ വെച്ചോ തന്റെ ഒരു കല്ലിലെങ്ങാണ്ട് തട്ടി കാലിടറുന്നു. യേശുതമ്പുരാൻ നിലംപൊത്തുന്നു. അത് ആ നിലംപൊത്തുന്നതിനോടുകൂടി ആ കുരിശും വന്ന് തന്റെ ശരീരത്തിലേക്ക് വന്ന് വീഴുകയാണ്. അതിവേദനയോട് കരയുകയാണ്. പെട്ടെന്ന് മെൽ ഗിബ്സൺ ക്യാമറ അമ്മ മറിയത്തിലേക്ക് കൊണ്ടുപോവുക. അമ്മ മറിയ ഇതിങ്ങനെ ഈ വേദനയോട് നൊമ്പരപ്പെട്ടതിങ്ങനെ കാണുക. അമ്മയുടെ മുഖത്തെ ആ ഭാവം, അവാച്യമായ അമ്മയുടെ വേദന വിളിച്ചറിയിക്കുകയാണ്. അത് കുറച്ചുകൂടെ നമ്മളെ മനസ്സിലാക്കാൻ തക്കവണ്ണം മെൽ ഗിബ്സൺ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് കൊണ്ടുപോവുക. നസ്രയത്തിലെ ഈ കുഞ്ഞു ബാലനായി യേശുതമ്പുരാൻ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. എവിടെ വെച്ചോ ഉണ്ണീശോയുടെ കാല് ഏതോ കല്ലിൽ തട്ടി താഴോട്ട് വീഴുന്നു. പിടഞ്ഞു കരയുകയാണ്. അമ്മ മറിയ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയാണ്. വെള്ളമെടുത്തുകൊണ്ടിരിക്കുന്ന സമയം ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. കരച്ചിൽ കേട്ട പാതി ഈ അമ്മ ഈ പാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെന്നിട്ട് ഉണ്ണിയേശുവിനെ കോരിയെടുക്കുക, തന്റെ നെഞ്ചിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. കുഞ്ഞിന്റെ കരച്ചിൽ പതുക്കെ പതുക്കെ മാറി സുഷുപ്തിയിലാകും. അമ്മ ഇത് ഓർക്കുകയാണ്. യേശുതമ്പുരാൻ കല്ലിൽ തട്ടി താഴെ വീണ് കുരിശിച്ചും തന്റെ ശരീരത്തിലേക്ക് വീഴുന്ന സമയത്ത് അമ്മ മറിയ ഓർക്കുക. അതിനർത്ഥം എന്താ? എന്റെ കുഞ്ഞെ ബാലനായിരുന്ന സമയത്ത് നിന്നെ നെഞ്ചിലൂടെ ചേർത്ത് നിന്നെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നെങ്കിൽ നിന്റെ പീഡാസഹനത്തിൽ ഒരു കാഴ്ചക്കാരിയെ പോലെ മാത്രം നിൽക്കാനല്ലേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്ന്.
പിന്നെ യേശുദമ്പുരാനെ കുരിശിൽ തറയ്ക്കുന്ന സമയം, ആണി അടിക്കുന്ന സമയം അമ്മ അവിടുത്തെ മണ്ണിട്ട് ഞെരുടുക, അത് സഹിക്കാൻ പറ്റാതെ കുരിശിൽ അതിവേദന അനുഭവിക്കുന്ന സമയം അമ്മയ്ക്കത് കാണാൻ പറ്റുന്നില്ല. അമ്മ ആ സമയം അമ്മ പറയുന്നത് ഒരു ഡയലോഗ് നമ്മളവിടെ കേൾക്കുന്നുണ്ട്. മെൽ ഗിബ്സൺ പറയിപ്പിക്കുക അമ്മയെ കൊണ്ട്. അമ്മ ക്രിസ്തുവിന്റെ കുരിശിന്റെ വേദന കണ്ടുകൊണ്ട് അമ്മ പറയുക, മൈ ഫ്ലഷ് ഓഫ് ഫ്ലഷ്, മൈ ഹാർട്ട് ഓഫ് ഹാർട്ട്, ലെറ്റ് മീ ഡൈ വിത്ത് യു. എൻ്റെ മാംസത്തിന്റെ മാംസമേ, എൻ്റെ ഹൃദയത്തിന്റെ ഹൃദയമേ, നിന്നോടൊപ്പം മരിക്കാൻ എന്നെ അനുവദിക്കുക. ഞാൻ പറയട്ടെ, ഏത് അമ്മമാർക്കും അവരുടെ സഹനം അവർക്കൊരു പ്രശ്നമല്ല. അവരുടെ സ്വന്തം മകന്റെ വേദന അത് സഹിക്കാൻ പറ്റുമോ? ഇതാണ് അമ്മ മറിയത്തിൽ കാണുന്നത്. എന്താ അമ്മ ഓർമ്മിപ്പിക്കുന്നത്? ജീവിതത്തിൽ ചില നിയോഗങ്ങൾ നമുക്കുണ്ട്. അതിനുവേണ്ടി ക്രൂശോളം സഹിക്കണമെങ്കിൽ, ക്രൂശോളം വഹിക്കണമെങ്കിൽ അതിൽ നിന്ന് മാറി നടക്കാൻ നമ്മൾ ആരാ? വൈവിധ്യം നിറഞ്ഞ പ്രയാസങ്ങളും പ്രശ്നങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുന്നവരാ. നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ, നമ്മളായിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ, നമ്മളായിരിക്കുന്ന സാമൂഹിക ബന്ധങ്ങളിൽ നമുക്ക് ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. ഒന്നും ഈസി ആണെന്നില്ല. പക്ഷെ ദൈവം ആണ് ആ നിയോഗം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിനുവേണ്ടി ക്ഷമിക്കാനും വഹിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാണ്. നമുക്ക് അതിന് കഴിയുന്നുണ്ടോ എന്നുള്ളതാ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടത്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ അത് കർത്തവ്യ ബോധ്യത്തോടെ, ദൈവബോധ്യത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കേട്ട പുസ്തകമായിരിക്കും പച്ച വിരലുകൾ. ദയാബായി എന്ന ഒരു സാമൂഹ്യ ഒരു പരിഷ്കർത്താവായ ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്. ഒരു ആത്മകഥ പരമായ ഒരു പുസ്തകമാണ്. ആരാ ദയാബായി? ഈ പാലക്കാരി ഒരു മേഴ്സി മാത്യു എന്ന ഒരു സ്ത്രീയാ. പ്രത്യേകിച്ച് ഈ മധ്യപ്രദേശ് പോലെയുള്ള നോർത്ത് ഇന്ത്യയില് ഈ ആദിവാസികളുടെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ ഈ പാലക്കാരി മേഴ്സി മാത്യു അവർക്ക് വേണ്ടി സേവനം ചെയ്യാൻ തക്കവണ്ണം അവിടെ ചെന്ന് ഒരു കത്തോലിക്ക കോൺവെന്റിൽ അംഗമാകുന്നു. എന്നാൽ ഒരു യാഥാസ്ഥിതിക രീതിയിലായി കോൺവെന്റ് പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞതുകൊണ്ട്, താൻ ഉദ്ദേശിച്ചതുപോലെ ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റുകയില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് ഈ സ്ത്രീ വളരെ ആദരപൂർവ്വം കത്തോലിക്ക സഭയുടെ തിരുവസ്ത്രം മാറ്റിവെക്കുന്നു. എന്നിട്ട് ആദിവാസികളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിക്കണമെങ്കിൽ അവരിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിച്ച പറ്റില്ല. അതുകൊണ്ട് അവരിൽ ഒരാളാകാൻ ഈ പാലക്കാരി മേഴ്സി മാത്യു ശ്രമിച്ചു. അവരെ പോലെ വസ്ത്രം ധരിച്ചു, അവരെ പോലെ കൈത്തളയും ഒക്കെ ധരിച്ചു, കണ്ടാഭരണങ്ങൾ ധരിച്ചു, മൂക്കുകുത്തി, അവരെ പോലെ ഒരു പേര് സ്വീകരിച്ചു, ദയാബായി. എന്നിട്ട് അവർക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചു. അവരുടെ വീടുകൾ താമസിച്ചു, അവരുടെ ഊരുകൾ താമസിച്ചു, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ അവർ വളരെ ശ്രദ്ധിക്കപ്പെട്ടു. പക്ഷെ ഈ അവിടെയുള്ള ഈ വരേണ്യ വർഗത്തിന് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് എങ്ങനെയൊക്കെ ഇവരെ പീഡിപ്പിക്കാമോ ആ രീതിയിലെല്ലാം പീഡിപ്പിച്ചു. ആദിവാസികൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ചാവാലി പട്ടി എന്ന് അവരെ വിളിച്ചു. അവർ പറഞ്ഞു, ഇതെന്റെ കോംപ്ലിമെന്റാ. എന്താണോ ദൈവം ഉദ്ദേശിച്ചത് ആ നിയോഗത്തിന് എനിക്ക് ലഭിച്ച കോംപ്ലിമെന്റാന്നാ അവർ പറഞ്ഞത്. ഒത്തിരി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളൊക്കെ അവർക്ക് ലഭിച്ചു. ആ സമയത്ത് ഈ അവരുടെ പിതാവിന് മാരകമായ അസുഖമായി. മകളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹം. അതുകൊണ്ട് ദയാബായി എന്ന മേഴ്സി മാത്യു പാലായിലുള്ള വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന സമയത്ത് ഈ അപ്പൻ രോഗക്കിടക്കയില്ല. മകളെ കണ്ടപ്പോഴത്തേക്ക് അപ്പന്റെ കണ്ണു നിറഞ്ഞുപോയി. തൻ്റെ മകൾ വികൃതമായിട്ടിരിക്കുകയാണ്. ഒരു ആദിവാസിയെ പോലെ അതുപോലെ വേഷം ധരിച്ച് വികൃതമായിട്ടിരിക്കുന്നു. അപ്പൻ മകളോട് ഒന്നും ഉപദേശം നൽകിയില്ല. ഒറ്റ കാര്യം മാത്രം ദയാബായിയുടെ പിതാവ് ദയാബായിയോട് പറഞ്ഞു, മോളെ ഇത്രയും വേണമായിരുന്നോ? മറുപടി ഒന്നും ദയാബായി എന്ന മേഴ്സി മാത്യു പറഞ്ഞില്ല. അപ്പന്റെ മുറിയിൽ ഒരു കുരിശിത രൂപം കിടക്കുന്നത് കണ്ടു. എന്നിട്ട് അപ്പനെ ആ കുരിശിത രൂപത്തിലേക്ക് കാണിച്ചുകൊണ്ട് വിരൽ ചൂണ്ടിക്കൊണ്ട് ദയാബായി പറഞ്ഞു, അപ്പാ ഇത്രയും വേണമായിരുന്നോ? അപ്പാ ഇത്രയും വേണമായിരുന്നോ? പിതാവിന് ഒന്നും മകളോട് പറഞ്ഞില്ല. അവളുടെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് നീ നിന്റെ പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞു വിടുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചില നിയോഗങ്ങളിലൊക്കെ സഹനങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മൾ അടിപതറിപ്പോ.
ദുർബുദ്ധിയുള്ള പങ്കാളി, അസ്വസ്ഥത തരുന്ന കുടുംബ ബന്ധങ്ങൾ, മക്കൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആകാതിരിക്കുന്ന സാഹചര്യങ്ങൾ, സമ്മർദ്ദം തരുന്ന തൊഴിൽ സാഹചര്യങ്ങൾ, മനസ്സിലാക്കപ്പെടാത്ത നമ്മുടെ കൂട്ടായ്മകൾ, അവിടെയൊക്കെ നമ്മൾ ഒത്തിരി വിഷമിക്കും. പക്ഷെ ദൈവം ചില നിയോഗങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സഹനങ്ങളിൽ അടിപതറിപ്പോവുകയല്ല, കുരിശോളവും നീങ്ങി അതിൽ അനുഗ്രഹീതയാകുകയാണ് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ഈ കുടുംബ ബന്ധങ്ങളുടെ ഒക്കെ ഒരു ആദ്യ പാഠമാകാൻ ഞാൻ ഒരു സംഭവം പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു വീട്ടിൽ 2 മക്കളുണ്ട്. മൂത്തവൻ 10th പഠിക്കുന്ന, ഇളയവൻ 8th പഠിക്കുന്നത്. 10th പഠിക്കുന്ന ജ്യേഷ്ഠന്റെ 2 കാലും പോളിയോ വന്ന് തളർന്നതാ. ജ്യേഷ്ഠനെ സ്കൂളിൽ കൊണ്ടുവന്ന ആരാന്നറിയാവോ? അനുജൻ തോളിൽ വെച്ചോണ്ടാകും. ഹൃദയസ്പർശിയായ കാഴ്ചയാ. തളർന്ന ജ്യേഷ്ഠനെ തോളിൽ വെച്ചുകൊണ്ട് അനുജൻ 8th പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുപോവുക. ഒരു ദിവസം 8th പഠിക്കുന്ന കുഞ്ഞിന്റെ ടീച്ചർ, അധ്യാപകൻ എതിരെ വരിക. സ്കൂളിലോട്ട് വരുന്ന കുഞ്ഞിനെ ഇവരെ കാണുക. എന്നിട്ട് ഈ 8th പഠിക്കുന്ന ഈ അനുജനോട് അധ്യാപകൻ ചോദിച്ചു, മോനെ ഇതിനൊക്കെ ഭാരമായില്ലേ? പുഞ്ചിരിച്ചുകൊണ്ട് ജ്യേഷ്ഠനെ ചുമന്നുകൊണ്ട് വരികയല്ലേ, അപ്പൊ ഇത് ഭാരമാണെന്നാ ചോദിച്ചത്. അപ്പോഴത്തേക്ക് ഈ കുഞ്ഞ് മറുപടി പറഞ്ഞു, സാറേ ഇത് ഭാരമല്ല, ഇതെന്റെ ജ്യേഷ്ഠന്. ഇത് ഭാരമല്ല, ഇതെന്റെ ജ്യേഷ്ഠന്. എവിടാ ഭാരമല്ലാതായി മാറുന്നത്? ആത്മാർത്ഥമായ ബന്ധങ്ങളിലാണ്, നിയോഗബോധ്യങ്ങളിലാണ്. ജീവിതത്തിൽ ഒരു നിയോഗം തമ്പുരാൻ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതത്ര സുഖകരമാകണമെന്നില്ല. പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരും. അത് ദൈവം ഏൽപ്പിച്ച നിയോഗമാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒന്നും ഭാരമില്ലാതായി മാറും. 100 പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും. ആയാസകരമാണ്, സ്വസ്ഥമാണെന്നാണോ ജീവിതം? അല്ല. ജീവിതത്തിന്റെ നിയോഗങ്ങൾ വരുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. അതിനെ ചങ്കൂറ്റത്തോട് നേരിടണമെന്ന് ശുദ്ധിമതിയായ മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. 3, പിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ മാതാവിനെ പറ്റി? ഇൻ സെന്റ് മേരി ട്രാൻസെൻഡഡ് ഗോഡ് ബിക്കം ഇമിനന്റ്. സർവശക്തനായ ദൈവം ഇമിനന്റ് ആകുന്നു, പ്രാപ്യനാകുന്നു മാതാവിൽ. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ? സ്വർഗത്തിലുള്ള ആളാ ദൈവം. മാലാഖമാരുടെ സ്തുതികൾ വസിക്കുന്നവനാ ദൈവം. സർവശക്തനാണ്, സർവവ്യാപിയാണ്, സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ്. മാതാവിൽ എന്താ സംഭവിക്കുന്നത്? സർവശക്തനായ സർവവ്യാപിയായ സകലത്തെയും സൃഷ്ടിച്ച ദൈവം മാതാവിൽ വസിക്കുകയാണ്. അതുകൊണ്ട് പിതാക്കന്മാർ പറയുന്ന ഏറ്റവും ആഴമായ വേദശാസ്ത്രമാ മാതാവിനെ പറ്റി. ഇൻ സെന്റ് മേരി ട്രാൻസെൻഡഡ് ഗോഡ് ബിക്കം ഇമിനന്റ്. അപ്രാപ്യനായ ദൈവം മാതാവിൽ പ്രാപ്യനാണ്. ഇത് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകേണ്ട സാധ്യത. മാതാവിന്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കുകയല്ല, മാതാവ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ കാട്ടിക്കൊടുത്തതുപോലെ ഓരോ ഭക്തനും ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നുള്ള വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുൻപിലുള്ളത്. ജീവിതത്തിലൂടെ നമുക്ക് ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ, പ്രവർത്തനങ്ങളിലൊക്കെ ജീവിതത്തിലൂടെ ദൈവത്തെ കാട്ടിക്കൊടുക്കാതെ വാക്കുകൊണ്ടോ നമ്മുടെ ശൈലി കൊണ്ടോ നമ്മുടെ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ദൈവത്തെ കാട്ടിക്കൊടുക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ജീവിതത്തിലൂടെ ദൈവത്തെ കാട്ടിക്കൊടുക്കണം. അമ്മയെ കാണുമ്പോൾ എന്താ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത്? അമ്മ അമ്മയുടെ മുൻപിൽ എന്താ നമുക്ക് കരം കൂപ്പി നിൽക്കുന്നത്? അമ്മയുടെ മുഖത്തേക്ക് നമ്മളിങ്ങനെ എന്താ വളരെ ശ്രദ്ധയോടെ നമ്മൾ നോക്കുന്നത്? അമ്മയെ നോക്കുമ്പോൾ എന്താ നമുക്ക് അവാച്യമായ ഒരു സമാധാനവും ശാന്തിയും കിട്ടുന്നത്? അമ്മയെ കാണുമ്പോൾ ദൈവത്തെ കാണുക. അമ്മയിൽ ദൈവമുണ്ട്. ശുദ്ധിമതിയായ മാതാവ് നമ്മളെ ദൈവത്തെ കാട്ടിത്തരുന്നു. ചില മനുഷ്യരങ്ങനല്ലേ? നമ്മൾ അവരെ നോക്കുമ്പോഴേ ദൈവത്തെ കാണത്തില്ലേ? ചില സമയത്ത് നമ്മൾ തന്നെ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അമ്മ എൻ്റെ ദൈവമാണ്, എൻ്റെ പള്ളിയിലെ അച്ഛൻ എൻ്റെ ദൈവമാണ്. ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ തക്കവണ്ണം ഇടയാകണം. കത്തോലിക്ക സഭയിലെ വളരെ പ്രശസ്തനായ വാഗ്മിയാണ് ബോബി ജോസ് അച്ഛൻ. അച്ഛൻ്റെ അടുക്കൽ ഒരു പെൺകുട്ടി ജീവിത വിഷയമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് അച്ഛൻ്റെ അടുക്കൽ സംസാരിക്കാനായിട്ട് ചെന്നു. സംസാരിക്കുന്ന വേളയിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ
എനിക്ക് ചില പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതെങ്ങനെ പരിഹരിക്കപ്പെടണം? എങ്ങനെ ഇതൊന്ന് പരിഹരിക്കുന്നത്? അച്ഛൻ തോന്നുന്നു, അച്ഛൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു അതിങ്ങനെ ചെയ്താൽ നല്ലതാണ്. ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ അടുക്ക പറഞ്ഞത് ഇങ്ങനെ എത്ര, അച്ഛാ, അച്ഛൻ എന്ത് തോന്നുന്നു എന്നറിയാനല്ല ഞാൻ വന്നത്. ദൈവം ഇതിലെന്ത് എന്നോട് പറയുന്നു എന്ന് അച്ഛൻ പറയാൻ ആണ് ഞാൻ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് തോന്നുന്നതല്ല, ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് തോന്നുന്നത് പറയുകയല്ല, ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുള്ള മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാനിടയാണ്. എന്താ? നന്മ നമ്മളിലാകുമ്പോൾ, ജീവിത വിശുദ്ധി നമ്മളിലാകുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആർഭാടവും ധൂർത്തും സുഖലോലുപതയും മുഖമുദ്രയായ ഒരു കാലഘട്ടത്തിലൂടെ ആയിരുന്നല്ലോ നമ്മൾ കടന്നുപോയത്. ഈ കോവിഡ് അതിനൊത്തിരി നിയന്ത്രണങ്ങൾ വരുത്തി എന്നുള്ളത് ശുഭസൂചകമാണ്. വിവാഹം എന്തൊരു ആർഭാടവും ധൂർത്തുമായിരുന്നു. എന്തിന്? നാട്ടിലെ ഫ്യൂണറൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ശവസംസ്കാരം ആഡംബരത്തിന്റെ കേളിരങ്ങായിരുന്നു. പള്ളിപ്പെരുന്നാളോ ലക്ഷങ്ങള് പൊട്ടിക്കുന്ന തട്ടുപൊളിപ്പൻ ചടങ്ങുകളായിട്ട് മാറിയില്ലേ? അതിലൊക്കെ ഒരു മാറ്റം സംഭവിച്ചില്ലേ? ഒരുപക്ഷെ ദൈവത്തിന്റെ ഇടപെടലാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എത്ര ലളിതമായി വിവാഹം നടത്താമെന്ന് ഇപ്പൊ നമ്മൾ പഠിച്ചു. ഒരാർഭാടവുമില്ലാതെ ദൈവസാന്നിധ്യ ബോധ്യത്തോടെ പെരുന്നാളുകൾ പങ്കുചേരാമെന്ന് ഇത് നമ്മളെ പഠിപ്പിച്ചു. ആർഭാടവും ധൂർത്തും സുഖലോലുപതയുമാണ് എല്ലാം. അതിലൂടെ ഒരു മനുഷ്യനും ദൈവത്തെ കാണത്തില്ല. ഈ കാലഘട്ടത്തെ പറ്റി 4 കാര്യങ്ങളാ ഇന്നത്തെ ദാർശനികന്മാർ പറയുന്നത്. an age of materialism, ഭൗതികവാദത്തിന്റെ കാലം. an age of entertainment, അടിച്ചു പൊളിച്ച് ജീവിക്കുക, ആസ്വദിക്കുക എന്ന ഈ കാലഘട്ടത്തെ പറ്റി ദാർശനികന്മാർ പറയുന്നത്. an age of self, സ്വയത്തിന്റെ കാലം. an age of science, ശാസ്ത്രത്തിന്റെ കാലം. ശാസ്ത്രം വേണ്ടാന്നല്ല, ശാസ്ത്രമാണ് എല്ലാം എന്ന് പറയുമ്പോൾ അത് അപകടമാണ്. ഈ 4 രംഗങ്ങൾ ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ പറ്റുമോ? ഏജ് ഓഫ് മെറ്റീരിയലിസം, ഏജ് ഓഫ് എന്റർടൈൻമെന്റ്, ഏജ് ഓഫ് സെൽഫ് ആൻഡ് ഏജ് ഓഫ് സയൻസ്. അതാ അവിടെ ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ പറ്റില്ല. മറിച്ച് അതിനൊക്കെ അപ്പുറം നന്മ നമ്മളിൽ ഉണ്ടാകുമ്പോൾ, വിശുദ്ധി നമ്മളിൽ ഉണ്ടാകുമ്പോൾ, അവിടാണ് ലോകം ദൈവത്തെ കാണുന്നത്. ബിൽഗേറ്റ്സിന്റെ ഒരു അനുഭവമുണ്ട്, ഹൃദയസ്പർശിയ. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനല്ലേ ബിൽഗേറ്റ്സ്. അദ്ദേഹം പറയുകയാണ്, എന്നെ പാഠം പഠിപ്പിച്ച ചില മനുഷ്യരുണ്ടെന്ന്. ഒരിക്കൽ അദ്ദേഹം ഒരു മീറ്റിങ്ങിന് പോയ സമയത്ത് ആരോ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, സാർ, അങ്ങേ പോലെ സമ്പന്നൻ ആരുമില്ല, അങ്ങേ പോലെ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യനാരുമില്ല. ബിൽഗേറ്റ്സ് അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്രേ, അതവിടെ നിൽക്കട്ടെ, ഞാനൊരു സംഭവം പറയാം. 19 വർഷം മുമ്പ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ആ സമയത്ത് ഞാനിങ്ങനെ ഒരു വേള യാത്ര ചെയ്ത് ന്യൂയോർക്ക് എയർപോർട്ടിലായപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ബോയ് എൻ്റെ അടുക്കിലേക്ക് വന്നു. ഒരു പത്രം വാങ്ങണമെന്ന് എനിക്ക് തോന്നി. ഞാൻ അവനെ അരികിൽ വിളിച്ചു. ഒരു കറുത്ത പയ്യൻ. ഞാൻ അവൻ്റെ അടുക്കൽ പറഞ്ഞു, എനിക്കൊരു ന്യൂസ് പേപ്പർ വേണം. അവൻ ന്യൂസ് പേപ്പർ എടുത്തു. ഞാൻ പോക്കറ്റിൽ പത്രത്തിന് കൊടുക്കാനായിട്ട് പൈസ തപ്പിയപ്പോഴേ ചില്ലറയൊന്നുമില്ല. അവനെ വിളിച്ചു പോയല്ലോ എന്ന് വിഷമമായി. പത്രം മേടിക്കാനും പറ്റുന്നില്ലല്ലോ. ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ചില്ലറയൊന്നുമില്ല, പത്രം വേണ്ട. അവൻ പറഞ്ഞു, സാർ അതിന് വിഷമിക്കൊന്നും വേണ്ട, ഈ പേപ്പർ ഫ്രീ ആയിട്ട് എടുത്തോ സാർ. ഞാൻ ആ പേപ്പർ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി. 1 വർഷം കഴിഞ്ഞ് ഞാൻ വീണ്ടും ന്യൂയോർക്ക് എയർപോർട്ടിലായി ചെന്നപ്പോഴ് അവൻ വീണ്ടും. അവനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം അന്ന് കൊടുക്കാത്ത പൈസ കൊടുക്കാമല്ലോ. ഇത് മാത്രമല്ല, ന്യൂസ് പേപ്പറിന്റെ അവന്റെ കയ്യിൽ നിന്ന് ന്യൂസ് പേപ്പറിന്റെ തലക്കെട്ട് കണ്ടപ്പോഴത്തേക്ക് അത് വാങ്ങണമെന്ന് തോന്നി. ഒന്നുകൂടെ വാങ്ങാം. അവനെ അരികിൽ വിളിച്ച് പത്രം അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി. വീണ്ടും പോക്കറ്റിൽ കൈയിട്ടപ്പോഴതാ പഴയ പോലെ ചില്ലറയൊന്നുമില്ല. അവനടുക്കൽ പറഞ്ഞു, ക്ഷമിക്കണം, നിനക്ക് പണ്ടത്തെ പണവും ഈ പൈസയുടെ ഒക്കെ തരാമെന്ന് വിചാരിച്ച് രണ്ടും എൻ്റെ കയ്യിൽ, പത്രം വേണ്ട. അവൻ പറഞ്ഞു, സാർ വിഷമിക്കൊന്നും വേണ്ട സാർ, ഇതെന്റെ ലാഭത്തിൽ നിന്നുള്ളതാ, സാറിന് തിരിക്കട്ടെ. ബിൽഗേറ്റ്സിന് അത് കൊടുത്തു. ബിൽഗേറ്റ്സിന് അത്ഭുതം. അദ്ദേഹം അവിടെ നിന്ന് പോരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു, ഏതാണ്ട് 10-18 വർഷം കഴിഞ്ഞു. ബിൽഗേറ്റ്സ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി. അപ്പൊ ബിൽഗേറ്റ്സ് വിചാരിച്ചു, ആ പഴയ ന്യൂസ് പേപ്പർ ബോയ് ഒന്ന് കണ്ടാലോ.
അവന്റെ കയ്യിൽ നിന്ന് 2 പത്രം വാങ്ങിയിട്ടില്ല, എനിക്ക് പൈസ കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് അവനെ ഏതെല്ലാം രീതിയിൽ സഹായിക്കാമോ ആ രീതിയിൽ സഹായിക്കാം എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇങ്ങനെ യാത്ര ചെയ്ത് അവനെ വീണ്ടും കണ്ടു. അവനെപ്പോഴും കുറെ പ്രായം ചെന്നു. അവനെ കണ്ടപ്പോഴത്തേക്ക് ബിൽഗേറ്റ്സ് ചോദിച്ചു, നിനക്ക് എന്നെ മനസ്സിലായോ? അവൻ പറഞ്ഞു, സാർ എനിക്ക് മനസ്സിലായി, നിങ്ങൾ ലോകപ്രശസ്തനായ ബിൽഗേറ്റ്സ് അല്ലേ? നിനക്കെന്നെ മനസ്സിലായല്ലോ. നിനക്കറിയാമോ, പണ്ട് നിന്റെ കയ്യിൽ നിന്ന് 2 പ്രാവശ്യമായിട്ട് പത്രം ഞാൻ വാങ്ങി, പണം തന്നില്ല. അതുകൊണ്ട് നീ ചോദിച്ചു, നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരാം. ആ കുഞ്ഞ് ബിൽഗേറ്റ്സിനെ നോക്കിയിട്ട് പറഞ്ഞു, സാർ ഞാൻ തന്നതിന് പകരം തരാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. ബിൽഗേറ്റ്സ് എത്തിപ്പോയി. ആ മനുഷ്യൻ ബിൽഗേറ്റ്സിനോട് പറഞ്ഞു, ബിൽഗേറ്റ്സ് നിങ്ങളുടെ സാമ്പത്തികമായി ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് എനിക്ക് ദാനം തരുന്നത്. ഞാനോ എന്റെ പ്രയാസത്തിന്റെ നടുവിലായിരുന്നു നിങ്ങൾക്ക് ദാനം തന്നത്. സാർ ഇത് 2 ഈക്വൽ ആകുമോ? സാർ പണമൊന്നുമല്ല സാർ, ബന്ധങ്ങളാ ജീവിതം. സാർ പണമൊന്നുമല്ല സാർ, ബന്ധങ്ങളാ ജീവിതം. അവൻ അവിടെ നിന്ന് നടന്നുപോയി. ബിൽഗേറ്റ്സ് പറയുക, ഒന്നും കൊടുക്കാൻ എനിക്ക് കഴിവില്ലാതായിപ്പോയി. ചില മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ബിൽഗേറ്റ്സ് പറയുക, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്, പക്ഷെ ഒരു ന്യൂസ് പേപ്പർ ബോയ് തന്നെ അത്ഭുതപ്പെടുത്തുന്നു ജീവിതം കൊണ്ട്. പ്രിയമുള്ളവരെ, ജീവിതം കൊണ്ട് ദൈവത്തെ കാട്ടിക്കൊടുക്കാൻ പറ്റും. വാക്കുകൾ കൊണ്ടല്ല, പ്രസംഗം കൊണ്ടല്ല, ശൈലികൾ കൊണ്ടല്ല, ആരാധന കൊണ്ടല്ല, അനുഷ്ഠാനം കൊണ്ടല്ല, ജീവിതം കൊണ്ട്. ജീവിതത്തിലൂടെ ദൈവത്തെ കാട്ടിക്കൊടുക്കാത്ത ഒരു മനുഷ്യർക്കും ദൈവ സാന്നിധ്യത്തിന്റെ ഇടപെടലുകൾ നടത്താൻ പറ്റത്തില്ല. ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിക്കേ. അമ്മയെ പറ്റി പിതാക്കന്മാർ പറയുന്നത്, ഇൻ സെന്റ് മേരി ട്രാൻസെൻഡഡ് ഗോഡ് ബിക്കം ഹ്യൂമൻ. ശുദ്ധിമതിയായ മാതാവിൽ ദൈവം പ്രാപ്യനാകുന്നു. നമ്മുടെയൊക്കെ ജീവിതം കണ്ട് നമ്മുടെ മക്കൾ പറയട്ടെ, എന്റെ അമ്മയുടെ ഇടപെടലുകൾ ദൈവത്തെ പോലാണെന്ന്, എന്റെ അപ്പയുടെ ഇടപെടലുകൾ ദൈവത്തെ പോലാണെന്ന്, എന്റെ പള്ളിയിലെ പുരോഹിതന്റെ ഇടപെടലുകൾ, വാക്കുകൾ ദൈവത്തെ പോലാണെന്ന്. അത്ര കുലീനതയോടെ ജീവിക്കണമെന്ന് മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ വാക്കുകൾ ഞാൻ ഉപസ്മരിക്കുകയാണ്. മാതാവിനെ പറ്റി 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവത്തിന്റെ ഇടപെടൽ, ദൈവം കൂടെന്ന് പറയുന്നത് നമ്മുടെ സഹനങ്ങളെ ഒഴിവാക്കുകയല്ല, സഹനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് പ്രാപിക്കുകയാണ്. ജീവിതത്തിൽ ദൈവം ചില നിയോഗങ്ങൾ തരും. അത് ഒരു കംഫർട്ട് സോൺ അല്ല. ചിലപ്പം ക്രൂശോളം വഹിക്കണം, ക്രൂശോളം സഹിക്കണം. കരങ്ങൾ കൂപ്പിക്കൊണ്ട് നിയോഗ ബോധ്യത്തോട് ജീവിതത്തെ നയിക്കുക എന്നുള്ളതാണ് മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. 3, മാതാവിന്റെ മധ്യസ്ഥതയിൽ അനുഗ്രഹം പ്രാപിക്കുകയല്ല. മാതാവിനെ നോക്കുമ്പോൾ ലോകം മുഴുവൻ ദൈവത്തെ കാണുമ്പോൾ അമ്മയുടെ മുമ്പിൽ കരം കൂപ്പുന്നത് അമ്മയിൽ ദൈവമുള്ളതുകൊണ്ടാണ്. അമ്മയുടെ വാക്കുകൾ, അമ്മയുടെ ജീവിതം, അമ്മയുടെ പ്രവർത്തനങ്ങൾ ദൈവികമായുണ്ട്. അമ്മയെ നോക്കുമ്പോൾ ലോകം ദൈവത്തെ കണ്ടതുപോലെ നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലും മനുഷ്യൻ പറയട്ടെ, ഈ മനുഷ്യൻ ഞാൻ ദൈവത്തെ കാണുന്നെന്ന്, ഇയാൾ ഒരു ദൈവപുരുഷനാണെന്ന്, ഇയാളുടെ ജീവിതത്തിലൂടെ ദൈവത്തെ ഞങ്ങൾ കണ്ടെത്തുന്നു. അവിടെ നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. ശുദ്ധിമതിയായ മാതാവിന്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. മാതാവിന്റെ മധ്യസ്ഥതയിൽ ആശ്വാസം കണ്ടെത്താനും, മാതാവിനെ പോലെ ദൈവത്തോടൊപ്പം നമ്മുടെ സഹനങ്ങളെ അതിജീവിപ്പാനും, ജീവിതത്തിന്റെ നിയോഗങ്ങളെ ക്രൂശോളം വഹിച്ചേറ്റെടുക്കാനും, ആ ജീവിതത്തിലൂടെ ലോകത്തിന് ദൈവത്തെ കാട്ടിക്കൊടുക്കാനും ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. ഇപ്പോൾ ഒരു സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട ചാക്കോബി ഐസക് അച്ഛനെ ഞാൻ ക്ഷണിക്കുന്നു. അച്ഛൻ ഇപ്പോൾ ഡാളസിൽ താമസമായി. സെയിന്റ് ലൂയിസ് നിന്ന് ഡാളസിലേക്ക് അദ്ദേഹം മൂവ് ചെയ്തു. മുൻപ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന അച്ഛനാണ്. പ്രാർത്ഥനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട ചാക്കോബി ഐസക് അച്ഛനെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു അച്ഛൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ.
ആമേൻ. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിന്റെ സായാഹ്നത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാനും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലുള്ള നോമ്പിന്റെ ഈ നാളുകളിൽ അങ്ങയുടെ വചനങ്ങളെ ശ്രവിക്കുവാനും നൽകിയ അവസരത്തിനായി ദൈവനാമത്തിന് നന്ദി കരേറ്റുന്നു. ഇന്ന് ഞങ്ങൾക്ക് ദൈവവചന ശുശ്രൂഷ നടത്തിയ ബഹുമാനപ്പെട്ട എബി ഫിലിപ്പ് അച്ഛനെ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ ഇടപെടലിലൂടെ ദൈവത്തെ ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആക്കി തീർക്കട്ടെ, അതിന് നമ്മുടെ ജീവിതം സാക്ഷ്യമായി തീരട്ടെ എന്ന് ദൈവതിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ കേട്ടതായ ഈ വചനങ്ങൾ അനുസരിച്ച് ഞങ്ങളെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഈ വചന ശുശ്രൂഷയെ ക്രമീകരിച്ച ഇടവകയെയും ബഹുമാനപ്പെട്ട തമ്പാനച്ചനെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന വലിയ തിന്മയെ ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ സഭയെയും ആ സഭയെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത മൂലം സമീപസ്ഥർക്ക് കാവലും ദൂരസ്ഥർക്ക് തിരിച്ചുവരവും, വേർപാടിന്റെ ദുഃഖത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും, രോഗത്തിലിരിക്കുന്നവർക്ക് സൗഖ്യവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാർഖമോർ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരും കൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. ഒരു വാക്ക് നന്ദി പറയുവാനായിട്ട് ഞാൻ ഈ സമയമെടുക്കുകയാണ്. ഇന്ന് ഈ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കൂടിവരവിൽ ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനാപൂർവം, വളരെ ധ്യാനപൂർവം നമുക്ക് സംബന്ധിപ്പാനായിട്ട് സാധിച്ചു. നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുന്ന, നമ്മുടെ മനസ്സിനെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന ഏതാനും ചിന്തകൾ നമുക്കിന്ന് ലഭിച്ചു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ, ഈ പാൻഡമിക് ടൈമിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ കാതുകൊണ്ടും നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നടുവിലാണ് നമുക്ക് ഇങ്ങനൊരു സന്ദേശം കിട്ടിയത്. വളരെയേറെ അത് നമ്മെ ചിന്തിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തെ ആർദ്രമാക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഇന്നത്തെ ഈ വചനം, ഈ സന്ദേശം നമുക്ക് വളരെയേറെ പ്രയോജനപ്പെട്ടുണ്ട് ഞാൻ കരുതുകയാണ്, വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിടുന്ന പ്രതിസന്ധികളിൽ, നമ്മൾ ഏറ്റെടുക്കുന്ന നിയോഗങ്ങളിൽ അവൻ അന്ത്യം വരെ നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. ആ ജീവിതത്തിന്റെ ധന്യതയിൽ നമ്മെ തന്നെ മറ്റുള്ളവർ ദൈവ സാന്നിധ്യത്തിന്റെ ഒരു സന്ദേശമായി, ഒരു അടയാളമായി കാണുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ സമർപ്പിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. അച്ഛൻ്റെ വാക്കുകൾക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിച്ചതുപോലെയുള്ള ഒരു വലിയ ഒരു അനുഭവം എനിക്ക് അനുഭവപ്പെട്ടു, നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. വളരെ ആദരവോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി അച്ഛനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇടവകയുടെ പേരിൽ ഇന്ന് ഈ വെർച്വൽ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളുടെയും പേരിൽ, ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെ പേരിൽ, എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം അച്ഛനോട് നന്ദി അറിയിക്കുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഏറ്റെടുക്കുവാൻ പോകുന്ന പുതിയ ഇടവകയുടെ ചുമതലയിലും അദ്ദേഹത്തിന്റെ നിയോഗങ്ങളിലും ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇത്രയും സമയം നമ്മോടൊപ്പം അദ്ദേഹം ചിലവഴിച്ചു. പ്രത്യേകമായിട്ടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും അച്ഛന്റെ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമ്മൾക്ക് സമാപന പ്രാർത്ഥന നടത്തി തന്ന ബഹുമാനപ്പെട്ട ചാക്കോ വി ഐസക് അച്ഛൻ, വളരെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഡാലസിൽ ഉണ്ടായിരുന്നതാണ്. ഏറെ വർഷങ്ങളായിട്ട് സെയിന്റ് ലൂയിസ് സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചിന്റെ വികാരിയായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഡാലസിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫ്ലവർ മൗണ്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൊച്ചമ്മയ്ക്ക്
ഇവിടെ ഫോർട്ട് വർത്തിൽ ജോലിയായി. അങ്ങനെ ഇവിടേക്ക് ഇപ്പോൾ ഇവിടെയുള്ള വൈദിക സമൂഹത്തിലെ ഒരംഗമായിട്ട് അദ്ദേഹം മടങ്ങി വന്നിരിക്കുന്നു. ഞങ്ങൾ ഒരേ സമയത്ത് സെമിനാരിൽ പഠിച്ചവരാണ്. അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ്. വളരെ ഏറെ സഭയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണ്. അദ്ദേഹം ഡാളസിൽ വന്നത് ഡാളസിന് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയും ഡാളസിലുള്ള അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു ഓപ്പണിംഗ് പ്രയർ നടത്തിയത് കുഞ്ഞുമോളാണ്, പൊന്നമ്മയാണ്. പൊന്നമ്മ ജോഷുവ. വേദപുസ്തകം വായിച്ചത് പ്രിയപ്പെട്ട കുഞ്ഞുമോളാണ്. പാട്ട് പാടിയത് സൂസൻ സാജനാണ്. ഈ 3 പേരോടുമുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് ഇടവകയുടെ പേരിൽ എല്ലാവരുടെയും പേരിൽ അറിയിക്കുന്നു. ഇന്ന് ഈ ലൈവ് സ്ട്രീം അല്ലെങ്കിൽ ഈ സൂം ക്രമീകരിക്കുകയും അതിനാവശ്യമായ എല്ലാ മാനേജ്മെന്റും ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇടവകയുടെ ടെക് ടീമാണ്. പ്രത്യേകിച്ച് ഷെർവിൻ എബ്രഹാം, അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. സെക്രട്ടറി മനോജ് ഉണ്ട്, ട്രഷറർ KC വർഗീസ് ഉണ്ട്. എല്ലാവരെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് ഏതാണ്ട് 110ഓളം ആളുകൾ ഇന്നത്തെ നമ്മുടെ സൂമിലൂടെ സംബന്ധിച്ചു. അതുപോലെ തന്നെ ഫേസ്ബുക്ക് ലൈവിലും 40-ൽ അധികം ആളുകൾ സംബന്ധിച്ചിട്ടുണ്ട്. ഇത് ഒരു ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം 2 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് അതിലുണ്ടാകും. തീർച്ചയായിട്ടും അത് വളരെ അനുഗ്രഹമാണ്. ഇന്നലത്തേനേക്കാൾ കൂടുതൽ ആളുകൾ അതിൽ സംബന്ധിക്കുവാനും അതിൽ അനുഗ്രഹം പ്രാപിപ്പാനും ഇടയായി എന്നുള്ളത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ നാളത്തെ കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കട്ടെ. നാളെയും ഇന്നത്തെ പോലെ തന്നെ 7:30 മണിക്ക് സന്ധ്യാ നമസ്കാരം ആരംഭിക്കും. അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട റവറൻഡ് ഫാദർ ഡോക്ടർ റെജി മാത്യു, വൈദിക സെമിനാരിയിലെ ഒരു സീനിയർ അധ്യാപകനാണ്. അദ്ദേഹം നമുക്കെല്ലാവർക്കും പരിചിതനാണ്. വളരെ നന്നായിട്ട് മലങ്കര സഭയിൽ സുവിശേഷ പ്രസംഗ രംഗത്തും അതുപോലെ തന്നെ മറ്റെല്ലാ രംഗങ്ങളിലും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുവാനും നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ തക്കവണ്ണം നാളെ എല്ലാവരും ഒത്തുകൂടണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി, നിങ്ങളുടെ സ്നേഹിതരെയും കുടുംബാംഗങ്ങളെയും please invite your family and friends to join tomorrow in this virtual meeting to listen to the word of God and be blessed. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കണ്ടെത്തിയ സമയം, ഇതിനുവേണ്ടി ചെലവഴിച്ച സമയം, ഇതിനുവേണ്ടി നിങ്ങൾ ചെയ്ത എല്ലാ അധ്വാനത്തെയും ദൈവം 30, 60, 100 പ്രതിഫലമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള ബാബ, ശുദ്ധമുള്ള നിന്റെ നാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. വിശുദ്ധമായ പുത്രാജയമുള്ള സ്ലീബായാൽ ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാകുടിപ്പിന്റെ ഭവനങ്ങളാൽ ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവ് ദൈവത്വത്തിന്റെ ചിറകിൽ എന്നേക്കും ഞങ്ങൾ മറച്ചുകൊള്ളണമേ. ആമീൻ. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. താങ്ക് യു അച്ഛാ. താങ്ക് യു. താങ്ക് യു അച്ഛമ്മ. വളരെയധികം താങ്ക്സ് കേട്ടോ. അത്രയും നേരം